അങ്ങനെ ഗുരുനിത്യ ബോംബെയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു രസം, ഇന്നലെ രാത്രിയിൽ ഒരു സുഹൃത്ത് എന്നെ ഫോൺ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഗുരുനിത്യയുടെ കഥ പറയാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായില്ലേ, അപ്പൊ എപ്പോഴാണ് ഗുരുനിത്യ എൻലൈറ്റൻഡ് ആവുന്നത്? എപ്പോഴാണ്, ഏത് സമയത്താണ് ഗുരുനിത്യ എൻലൈറ്റൻഡ് ആയോ, ഇനി ആവാൻ പോവുകയാണോ, അപ്പൊ ഇതുവരെ എൻലൈറ്റൻഡ് ആയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ വളരെ ജിജ്ഞാസയോടുകൂടി വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ മിഥുനം സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മോഹൻലാലിന്റെ മിഥുനം സിനിമയില് ഒരു രംഗമുണ്ട്. ഇന്നസെന്റിന്റെ തല പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് ജഗതി നമ്മുടെ നെടുമുടി വേണുവിനെ കൊണ്ട് ഒരു ഹോമം ചെയ്യിപ്പിക്കും. അങ്ങനെ ആ ഹോമൊക്കെ ചെയ്ത് കുറ്റമേറ്റു പറഞ്ഞില്ലെങ്കിൽ ആ തേങ്ങ അടിച്ച് പൊട്ടിക്കും. തേങ്ങ താഴെ അടിച്ചാൽ ആരാണോ അവിടെ ആ കുഴിച്ചിട്ടിട്ടുള്ളത്, മറ്റേ സൂത്രം കുഴിച്ചിട്ടുള്ളത്, അയാളുടെ തല പൊട്ടിത്തെറിക്കും. അപ്പൊ എങ്ങനെയെങ്കിലും ഇന്നസെന്റിന്റെ തല പൊട്ടിത്തെറിക്കണം എന്നാണ് ജഗതിയുടെ ആഗ്രഹം. അപ്പൊ പുള്ളി നെടുമുടി ഇങ്ങനെ മന്ത്രം ചൊല്ലി ഇങ്ങനെ ഇപ്പൊ ഞാൻ ഉടക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നെടുമുടി വേണുതാണങ്ങ അടിക്കുന്നുമില്ല, എറിയണമില്ല, ഉടയ്ക്കണമില്ല. അവസാനം ജഗതിക്ക് ദേഷ്യം വന്ന് അങ്ങ് കയ്യിന്നങ്ങ് തേങ്ങ അങ്ങ് പിടിച്ച് വാങ്ങിച്ച് അടിച്ചങ്ങ് പൊട്ടിച്ച് അങ്ങനെ എൻലൈറ്റൻഡ് ആക്കി. അപ്പൊ അത് കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാ. അപ്പൊ അവൻ പറഞ്ഞു കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അതുപോലെ നിങ്ങളിപ്പോ എന്റെ കയ്യിൽ നിന്ന് തേങ്ങ വാങ്ങിച്ചിട്ട് അടിച്ച് ഉടക്കേണ്ടി വരും, അല്ലാതെ ഗുരുനിത്യേനത് എൻലൈറ്റൻഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗുരുനിത്യ ചെയ്തത് എൻലൈറ്റൻഡ് ആവുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്, കേൾക്കാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടും. കാരണം നമ്മൾ ഗുരുനിത്യനെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനുള്ള കാരണം പുള്ളി എൻലൈറ്റൻഡ് ഒന്നും ആയില്ല എന്നുള്ളതുകൊണ്ടാണ്. പുള്ളിക്ക് ഒരു നക്ഷത്രത്തിൽ നിന്നും പ്രത്യേകമായ ഊർജപ്രവാഹം ബോധത്തിലേക്ക് ഇറങ്ങി വന്നില്ല. പുള്ളി ബുദ്ധന്റെയും മുഹമ്മദ് നബിയുടെയും യേശുക്രിസ്തുവിന്റെയും കോടാനുകോടി യോഗീശ്വരന്മാരുടെയും കൂടെ ജീവിച്ച അനുഭവ കഥകളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് പരമാവധി കുറച്ച് സമാധാനത്തിലും സ്വസ്ഥതയിലും തൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിയുന്നത്ര സ്വാതന്ത്ര്യത്തില്, കഴിയുന്നത്ര സത്യത്തില്, കഴിയുന്നത്ര സൗന്ദര്യത്തില്, തൻ്റെ സ്വഭാവത്തിന് ഇണങ്ങി തൻ്റെ ഉള്ളിലുള്ള സ്വാതന്ത്ര്യബോധം എന്ത് പറയുന്നുവോ അതിൻ്റെ കൂടെ ഒഴുകുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ കാണുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം. 74 വയസ്സ് വരെ ഇവിടെ ജീവിച്ച് വളരെ കൂളായിട്ട് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ട് ഗുരുനിത്യന്റെ ഇതിന്റെ ഇടയിൽ എൻലൈറ്റൻഡ് ആവുന്നത് തപ്പി നടന്നാല് ജഗതി തേങ്ങ ഉടക്കണ പോലെ നമ്മൾ തന്നെ തേങ്ങ എടുത്ത് ഉടച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തെ എടുത്തിട്ട് പുള്ളിനെ നമ്മൾ എൻലൈറ്റൻഡ് ആക്കേണ്ടി വരും. പക്ഷെ തലൊന്നും പൊട്ടിത്തെറിക്കില്ല. ഗുരുനിത്യനതി എനിക്ക് ബുദ്ധനാവണം. ഗുരുനിത്യനതിയുടെ അച്ഛൻ ലോകോത്തരമായിട്ടുള്ള സാഹിത്യ കൃതികളിൽ നിന്ന് തെരഞ്ഞെടുത്ത വചനങ്ങള് കവിതാരൂപത്തിൽ പുസ്തകങ്ങളിലാക്കി ആ ചെറിയ കുഞ്ഞിനെ വായിച്ചു കൊടുക്കുമ്പോൾ, ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് നിത്യനതിയുടെ ബോധത്തില് ആദ്യത്തെ എൻലൈറ്റൻമെന്റ് ഉണ്ടാവുന്നുണ്ട്. ബുദ്ധചരിതം ചൊല്ലിക്കേട്ടിട്ട് എനിക്ക് ബുദ്ധനെ പോലെ പറയുമ്പോ അമ്മ രാവിലെ നേരത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ച് വ്യവസ്ഥ എൻലൈറ്റൻഡ് ആവുന്നുണ്ട്. ഒരു തീവ്ര മാർക്സിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മളെ മുമ്പിലുള്ള പാവപ്പെട്ട മനുഷ്യരെയും പട്ടിണി കിടക്കുന്ന മനുഷ്യരെയും ധ്യാനത്തിന്റെയും പിന്നാലെ പോകുന്നതിൽ, പ്രപഞ്ച സത്യം അറിയുന്നതിന്റെ പിന്നാലെ പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മാർക്സിസ്റ്റ് വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഒരു വർഗവർണ്ണരഹിത രാജ്യമുണ്ടാവണം, മനുഷ്യബോധം ഉണ്ടാവണം,
വർഗവർണ്ണരഹിതമായിട്ടുള്ള ഒരു സമത്വസുന്ദരമായിട്ടുള്ള ഒരു ലോകം ഇവിടെ ഉണ്ടാവണം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറഞ്ഞു കുറഞ്ഞു വരണം. അങ്ങനെയുള്ള ഒരു സമത്വമാർന്ന മനുഷ്യത്വം നിലനിൽക്കുന്ന ഒരു ലോകം ഇവിടെ ഉണ്ടായി വരണമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി നടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ചെന്നിരുന്ന് മാർക്സിസ്റ്റ് ആശയങ്ങൾ കേട്ടപ്പോൾ ഗുരുനിത്യേനതി എൻലൈറ്റൻഡ്. അവിടെ നിന്ന് അദ്ദേഹം വേണ്ടി ശ്രമിച്ചിട്ട് സ്വന്തമായിട്ട് സ്വാശ്രയത്വം ആരെയും എന്നൊരു അറിവുണ്ടായപ്പോ ഗുരുനിത്യേനതി എൻലൈറ്റൻഡ് ആവുകയായിരുന്നു. അദ്ദേഹം യാത്ര പോയി. അദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നു. ഗാന്ധിജിയെ കണ്ടുമുട്ടി ഗാന്ധിജിയുടെ അടുത്ത് നിന്ന് സത്യത്തിന് ഒരു മുഖം അല്ല ഉള്ളത്, സത്യത്തിന് വ്യത്യസ്തമായ മുഖങ്ങളുണ്ട് എന്നും ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന കടുംപിടുത്തത്തിൽ നിന്ന് മനസ്സ് വിട്ടിട്ട് മറ്റുള്ളവരുടെ ശരികളിലേക്ക് കൂടി എത്തി നോക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കണമെന്നും ശരി എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധിയിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്നു ചെന്ന് വ്യത്യസ്തമായ ശരികളുടെ ഒരു പ്രപഞ്ചം നമുക്ക് ചുറ്റുമുണ്ട് എന്ന ഒരു അറിവിലേക്ക് ഉണരണമെന്നും അറിഞ്ഞപ്പോ ലേറ്റന്റ് ആവുകയായിരുന്നു. ഡോക്ടർ മീസിന്റെ അടുത്ത് ചെന്ന് ഇരുന്നിട്ട് സൗന്ദര്യാത്മകമായി ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ അലിഞ്ഞ് ചുറ്റുപാടുകളിൽ നിറഞ്ഞ് ഹൃദയത്തിൽ ധന്യത വന്ന് നിറയുമ്പോൾ ആ നിറവിനെ ദൈവമെന്നും ശിവമെന്നും സുന്ദരമെന്നും വിളിച്ച് അതിനെ നെഞ്ചോട് ആശ്ലേഷിച്ചുകൂടെ എന്ന് പുതിയ ഒരു സൗന്ദര്യാത്മകമായ ഒരു നിർവചനത്തിലേക്ക്, ഒരു ദൈവികതയിലേക്ക് ഉണർന്നപ്പോ അതുവരെ ദൈവം എന്ന് പറയുന്ന വാക്കിനെ, പ്രാർത്ഥന എന്ന് പറയുന്നതിനെയൊക്കെ ശക്തമായി തള്ളി മാറ്റിയിരുന്ന ബോധത്തിലേക്ക് പുതിയ ഒരു പ്രാർത്ഥനയുടെയും പുതിയ ഒരു സൗന്ദര്യ ബോധത്തിന്റെയും ഒക്കെ ഒരു ആഴം വന്ന് നിറഞ്ഞപ്പോ ഗുരുനിത്യേനതി എൻലൈറ്റൻഡ് ആവുകയായിരുന്നു. പിന്നീട് മംഗളാനന്ദ സ്വാമി നാരായണ ഗുരുവിന്റെ ജനനീ നവരത്ന മഞ്ജരി ഹൃദ്യമായ ഭാവത്തിൽ ചൊല്ലുന്നത് കേട്ട് ശിവഗിരിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭക്തി എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള ഒരു അനുഭവമാണെന്നും നാരായണ ഗുരുവിന്റെ കൃതികളിൽ അത് എത്രമാത്രം ആഴത്തിലാണ് ഇഴുകിച്ചേർന്നിരിക്കുന്നതെന്നൊക്കെയുള്ള ഒരു അറിവിലേക്ക് നിറഞ്ഞപ്പോ നിത്യചൈതന്യതി എൻലൈറ്റൻഡ് ആവുകയായിരുന്നു. പിന്നീട് തന്റെ യാത്രകളിലൊക്കെ കറങ്ങിത്തിരിഞ്ഞ് അവസാനം നടരാജ ഗുരുവിന്റെ അടുത്തെത്തി. നടരാജ ഗുരുവിന്റെ കൂടെ ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും ഉത്തരവാദിത്തത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവനവന്റെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും വളരെ ആഴത്തിൽ നിശ്ചിതമായ വിമർശന വിധേയമാക്കി തനിക്കും തന്റെ ചുറ്റുപാടിനും സ്വാസ്ഥ്യം നൽകുന്ന രീതിയിൽ ജീവിക്കുന്നിടത്താണ് സമാധാനം ഇരിക്കുന്നത് എന്ന അറിവിൽ നിറഞ്ഞപ്പോഴും ഗുരുനിത്യേനതി എൻലൈറ്റൻഡ് ആവുകയായിരുന്നു. അപ്പൊ ഗുരുനിത്യേനതി എൻലൈറ്റൻഡ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനിച്ച അന്നു മുതൽ അദ്ദേഹം ജീവിച്ച കാലം മുഴുവൻ വ്യത്യസ്തമായ എൻലൈറ്റൻമെന്റുകളിലൂടെ കടന്നു പോവുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. എപ്പോഴൊക്കെയാണോ നമുക്ക് വെളിച്ചം ഉണ്ടാകുന്നത്, എപ്പോഴൊക്കെയാണോ നമുക്ക് ഇത് പോരാ, കുറച്ചുകൂടി ഉണരേണ്ടതുണ്ട് എന്ന ഒരു തോന്നലുണ്ടാകുന്നത്, ആ തോന്നലുമായി ബന്ധപ്പെട്ട ഒരു അറിവുണ്ടാകുന്നത്, ആ അറിവുമായി ബന്ധപ്പെട്ട ഒരു അപ്ലിക്കേഷൻ, ഒരു പ്രവൃത്തി ഉണ്ടാകുന്നത്, അപ്പോഴൊക്കെ നമ്മൾ എൻലൈറ്റൻമെന്റ് ആണ്. എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത് ഒരു ഞാനിതാ എത്തി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥ അല്ല എന്നും നിരന്തരമായ പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ബോധത്തിന്റെ, ശുദ്ധമായ ബോധത്തിന്റെ നിരന്തരമായ പരിവർത്തനത്തിന് പറയുന്ന പേരാണ് ആത്മസാക്ഷാത്കാരം. അതൊരു എത്തൽ അല്ല, അതൊരു നിരന്തരമായ ശ്രദ്ധയാണ്. എപ്പോ ശ്രദ്ധ തെറ്റുന്നുവോ അപ്പൊ നമ്മൾ എൻലൈറ്റൻഡ് അല്ല, എപ്പോ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുവോ അപ്പോൾ നമ്മൾ എൻലൈറ്റൻഡ് ആണ് എന്ന് മാത്രമേ ആ ആത്മസാക്ഷാത്കാരം എന്ന വാക്കിന് അർത്ഥമുള്ളൂ എന്ന് പഠിപ്പിച്ച, സ്വജീവിതത്തിൽ അനുഭവിപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ, സ്നേഹവാനായ ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് ഗുരു നിത്യചൈതന്യതിയെ ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഗുരുനിത്യയെ ബാധിച്ചിരുന്ന ഒരു ബാധയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആത്മസാക്ഷാത്കാരത്തിൽ
ഗുരുനിത്യത്തിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു ഗുരുനിത്യ ചൈതന്യതയെ നമ്മൾ കാണുന്നില്ല. മറിച്ച് തൻ്റെ അകമേ ഉണർന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനനുസരിച്ച്, തൻ്റെ ഉള്ളുമൊഴിയുന്ന ധ്വനിക്കനുസരിച്ച് മുമ്പോട്ടേക്ക് നടക്കാൻ സദാ ഉത്സുകനായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ ഗുരുനിത്യയിൽ കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നടരാജഗുരുവിന്റെ അടുത്ത് ചെന്ന് നടരാജഗുരുവിന്റെ കൂടെ അങ്ങ് താമസം തുടങ്ങിയപ്പോ, ഇനി എന്റെ ജീവിതകാലം മുഴുവൻ ഞാനിതാ നടരാജഗുരുവിന്റെ കൂടെ താമസിക്കാൻ പോകുന്നു, ഇനി ഞാൻ എവിടെയും പോകില്ല എന്നൊന്നും അദ്ദേഹം തീരുമാനിക്കുന്നില്ല. സോമനഹള്ളിയിൽ പോയി അവിടെ ഇങ്ങനെ താമസം തുടങ്ങിയിരിക്കുമ്പോഴാണ് ബോംബെയിലേക്ക് പോകണമെന്ന് തോന്നുന്നു. നടരാജഗുരുവിനോട് എന്തിനാണ് ബോംബെയിലേക്ക് പോകുന്നതെന്നോ എന്താണ് തന്റെ ഉദ്ദേശമെന്നോ എപ്പോൾ താൻ തിരിച്ചു വരുമെന്നോ ഒന്നും നടരാജഗുരുവിനോട് ചർച്ച ചെയ്യുന്ന പോലുമില്ല. നടരാജഗുരു അദ്ദേഹത്തിന്റെ യാത്രയൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂര് തിരിച്ചെത്തിയപ്പോൾ ഗുരുനിത്യ പറഞ്ഞു, എനിക്ക് ബോംബെക്ക് പോകണം, ഞാൻ ബോംബെക്ക് പോവാണ്. എന്തിനാണ് പോകുന്നത്, ഏതിനാണ് പോകുന്നത് എന്നൊന്നും ചോദിച്ചില്ല. പക്ഷെ ഗുരുനിത്യ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം, എനിക്ക് റിസർച്ച് ചെയ്യണം, ബോംബെയിൽ പോയിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ വികലാംഗരെ കുറിച്ച്, പ്രത്യേകിച്ച് അന്ധരുടെ പ്രശ്നങ്ങളെ കുറിച്ച് എനിക്ക് റിസർച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒന്നും അതിനെക്കുറിച്ച് അദ്ദേഹം ചോദിക്കാതെ ഗുരുനിത്യ അവിടെ ആകെ നടരാജഗുരു ചോദിക്കുന്നത്, ബോംബെ വരെ പോകാൻ ടിക്കറ്റിന് എത്ര പൈസയാവും എന്ന് ചോദിച്ചു. അങ്ങനെ ബോംബെ വരെ പോകാനുള്ള ടിക്കറ്റിന്റെ പൈസ ഇത്രയാണെന്ന് പറഞ്ഞപ്പോൾ ആ പൈസ എടുത്തു കൊടുത്തു. പിന്നെ യാത്രാ ചെലവിനും ഭക്ഷണത്തിനും മറ്റുമായിട്ട് കുറച്ച് പൈസ വേറെയും കൊടുത്തു. പോണ സമയത്ത് വിളിച്ചിട്ട് കുറച്ചും കൂടി പൈസ കൊടുത്ത് ഗുരുനിത്യേനെ ബോംബെയിലേക്ക് യാത്ര അയക്കുകയാണ് നടരാജഗുരു ചെയ്യുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു എത്ര എത്ര മഹത്തായിട്ടുള്ള, ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് സത്യത്തില് ആ ബന്ധത്തിന്റെ ഒരു സ്വാതന്ത്ര്യം കണ്ടിട്ട്. നമ്മൾ അന്ന് സംസാരിച്ച പോലെ നമ്മളുടെ കൂടെ ഒരാൾ വന്നിട്ട് 2 ദിവസം നമ്മുടെ കൂടെ ഇരുന്നിട്ട് പോകുമ്പോ കൃത്യമായിട്ട് എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ദേഷ്യം പിടിക്കും. ഇതൊരു ഗുരുവിന്റെ കൂടെ പൂർണ്ണമായിട്ട് താമസിക്കുന്ന ഒരു ശിഷ്യൻ താൻ പോവുകയാണ് ബോംബെക്ക് എന്ന് പറയുമ്പോ ഒരു എത്ര സ്വാതന്ത്ര്യത്തിലും എത്ര സ്നേഹത്തിലുമാണ്, ഒരു പരാതിയുമില്ലാതെ വണ്ടിക്കൂലി എത്രയാണെന്ന് ചോദിക്കുന്ന, ആ വണ്ടിക്കൂലിയും കൊടുത്ത് എന്നാൽ പോയി വരും, നീ എപ്പോൾ തിരിച്ചു വരുമെന്ന് ചോദിക്കുന്നേ ഇല്ല. ഇപ്പൊ പണ്ട് എന്താണ് ഗുരുനിത്യ വിവാഹം കഴിക്കാതിരുന്നത് എന്ന് ഒരാൾ ചോദിച്ചപ്പോ ഗുരുനിത്യ പറഞ്ഞത്, എവിടെ പോകുന്നു, എപ്പോൾ വരും എന്ന 2 ചോദ്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ തീരെ ഇഷ്ടമല്ല. ഈ 2 ചോദ്യം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാതിരുന്നതെന്ന ഉത്തരം പറഞ്ഞു. എന്തൊരു മനോഹരമായ ഉത്തരം. അല്ലാതെ ബ്രഹ്മചര്യത്തിന്റെ മഹത്വം പറഞ്ഞിട്ട് ബ്രഹ്മചാരിയായിട്ടിരുന്നാലേ ആത്മസാക്ഷാത്കാരം കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യില്ല എന്നൊന്നും അല്ല പറയുന്നത്. എവിടെ പോകുന്നു, എപ്പോൾ തിരിച്ചു വരും എന്ന ചോദ്യം എനിക്ക് ഇഷ്ടമല്ല. ഒരിക്കലും നടരാജഗുരു തന്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. നീ എവിടേക്കാ പോണേ, എന്തിനാ പോണേ, അതെന്താ നേരത്തെ പറയാതിരുന്നേ, ഇനി നീ എപ്പോഴാ തിരിച്ചു വരിക, പിന്നെ ഇവിടെ ഇങ്ങനെ ഈ സോമനഹള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് നീ പോകുന്നത് ശരിയാണോ? നാരായണ ഗുരുകുലത്തെ, നടരാജഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നാരായണ ഗുരുകുലം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും പ്രധാനമായിരുന്നില്ല. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടല്ല ശിഷ്യന്മാര്, ഇൻസ്റ്റിറ്റ്യൂഷനിലെ കണക്കെഴുത്ത് പിള്ളമാരാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല നടരാജഗുരു ശിഷ്യന്മാരെ അല്ലെങ്കിൽ ഗുരുകുലത്തിലെ അന്തേവാസികളെ കൊണ്ടുവന്നിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിലും സത്യത്തിലും ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതായിരുന്നു ഗുരുകുലത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഗുരുകുലത്തിന്റെ കെട്ടിടങ്ങൾ സംരക്ഷിച്ച് അവിടുത്തെ കണക്കൊക്കെ എഴുതി ഒരു ക്ലർക്ക് പോസ്റ്റ് അല്ല ബ്രഹ്മചാരിക്ക് അല്ലെങ്കിൽ ഒരു അന്വേഷകന് വേണ്ടത് എന്ന് തീരുമാനിച്ച ആളാണ്. എന്നോട് ഒരുപാട് സന്യാസിമാർ, എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന സന്യാസിമാര്, പല ആശ്രമങ്ങളുടെയും ബ്രാഞ്ചുകളിൽ ഇരിക്കുന്ന സന്യാസിമാര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വളരെ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ വെളിച്ചവും സത്യമൊക്കെ തേടിയിട്ടാണ് ആശ്രമത്തിൽ പോയി ചേരുന്നത്. കൂടുതൽ ധ്യാനാത്മകമായിട്ട് ജീവിക്കണം, ഔപനിഷദിക ദർശനങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കണം, വ്യാവഹാരികമായ ലോകത്തുനിന്ന് കഴിയുന്നത്ര മാറി നിൽക്കണം എന്നൊക്കെ കരുതിയിട്ടാണ് ആശ്രമത്തിൽ പോയി ചേർന്നത്. പക്ഷെ ഇപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുടുംബം നോക്കുന്നതിനേക്കാൾ വ്യാവഹാരികത ആശ്രമത്തിലായി. അവിടുത്തെ കെട്ടിട പണിയും അവിടുത്തെ കണക്കെഴുത്തും അവിടുത്തെ ദക്ഷിണയുടെ വരവ് വെക്കലും
അത് കൃത്യമായിട്ട് വരവ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഒരു സംഭവം ഒപ്പിക്കലും, ഇനി ഹെഡ് ഓഫീസിലേക്ക് മാസാമാസം കൃത്യമായിട്ട് പണം കൊടുക്കലും, ഇങ്ങനെ മൊത്തം ഒരു പ്രാരബ്ധക്കാരനും വ്യവഹാരിയുമായിട്ട് മാറേണ്ടി വന്നു എന്ന് സങ്കടം പറഞ്ഞിട്ടുള്ള കുറെ സന്യാസിമാരെ എനിക്കറിയാം. എന്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട്. അവരൊക്കെ ഫോൺ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ഗുരുകുലത്തെ വളർത്തുക, ഗുരുകുലം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വളർത്തുക എന്നുള്ളതായിരുന്നില്ല നടരാജ ഗുരുവിന് നാരായണ ഗുരുകുലം സ്ഥാപിക്കുമ്പോഴുള്ള ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നാരായണ ഗുരുകുലം എന്ന് പറയുന്ന പ്രസ്ഥാനം വളർന്നിട്ടില്ല, ഒരു പരിധി വിട്ട് വളർന്നിട്ടില്ല. ആ നടരാജൂരുള്ള സമയത്ത് ഉണ്ടായിരുന്ന ഗുരുകുലങ്ങള് വളരെ ശാന്തമായും സ്വസ്ഥമായും അവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്നല്ലാതെ അവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ വരികയോ ഒരുപാട് ജനസമൂഹങ്ങൾ ഉണ്ടാവുകയോ PRO വർക്ക് വെച്ച ആളുകൾ അവിടെ എത്തിക്കുകയോ ഒരു പരിപാടി നടത്തിയിട്ടില്ല. അപ്പൊ എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ ആവണം എന്നല്ല പറയുന്നത്. പക്ഷെ നാരായണ ഗുരുകുലത്തിന്റെ ഗുരുകുലം സ്ഥാപിക്കുമ്പോൾ നടരാജ ഗുരുവിന്റെ ഉള്ളിലുണ്ടായിരുന്നത് അറിവ്, സ്വാതന്ത്ര്യം, ഇത് രണ്ടും ഉണ്ടായിരിക്കണം അവിടെ വരുന്ന ആളുകൾക്ക് എന്നുള്ളതാണ്. അപ്പൊ തന്റെ ശിഷ്യൻ വന്നപ്പോ, ഇനി നീ ഇവിടെ ജീവിച്ചുകൊണ്ട് ഇനി നിന്റെ ശേഷകാലം മുഴുവൻ നാരായണ ഗുരുകുലത്തിനെ വളർത്തി വലുതാക്കി വലിയ 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 സ്ഥാപനമാക്കി മാറ്റാൻ വേണ്ടി നീ നിന്റെ ആയുസ്സും നിന്റെ ആരോഗ്യവും നിന്റെ എല്ലാ അറിവും നീ ഉപയോഗിച്ച് ഇവിടെ അങ്ങ് ഇരുന്നോളാം എന്ന ഒരു ഉടമ്പടി അല്ല വെച്ചത്. നേരെ മറിച്ച് നമുക്ക് ഇടയിൽ അറിവ് വിനിമയം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗുരുവും ശിഷ്യനുമായി ഇരിക്കുമെന്നും ബാക്കി സമയങ്ങളിലെല്ലാം നമ്മൾ സ്വതന്ത്രരായ രണ്ട് വ്യക്തികളായിരിക്കുമെന്നും അതിൽ പരസ്പരം യാതൊരു തരത്തിലുമുള്ള ഇടപെടലുകളും ഉണ്ടാവില്ല എന്നുമൊക്കെ പറയുന്ന ഒരു ഗുരുശിഷ്യ ബന്ധത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു ഇടമായിട്ടാണ് നാരായണ ഗുരുകുലം നിൽക്കുന്നത്. അതാണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് നാരായണ ഗുരുകുലം വളർന്നിട്ടില്ല. അപ്പൊ ഗുരുകുലത്തെ വളർത്തുക എന്നുള്ളതല്ല, ഗുരുകുലത്തിൽ വരുന്ന വ്യക്തിക്ക് സ്വയം വളരാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് നടരാജ ഗുരു ആകെ മുൻപോട്ട് വെച്ച ഒരു ആശയമെന്ന് ഗുരുകുലത്തിന്റെ അന്നത്തെ കാലത്തെ രീതി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഗുരുനിത്യ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ സോമനഹള്ളി ഗുരുകുലത്തിന്റെ അധിപനായിട്ട് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുരുനിത്യ ഒരു സുപ്രഭാതത്തിൽ ഒരു പോക്ക് പോവുകയാണ് ബോംബെക്ക്. പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. 5 വർഷത്തോളം ബോംബെയെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ ഗുരുനിത്യ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ട്രെയിൻ കയറി നടരാജൂരിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ട്രെയിൻ കയറി ദാദറിൽ ചെന്നിറങ്ങി, ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി. അപ്പൊ ബോംബെയില് നടരാജ ഗുരുവിന്റെ പഴയ ഒരു വിദ്യാർത്ഥിയായിരുന്നു. നടരാജുവിന്റെ അടുത്തുനിന്ന് കുറച്ച് നാളൊക്കെ താമസിച്ച് അറിവൊക്കെ നേടിയിരുന്ന അർജുനൻ എന്ന് പറയുന്ന ഒരാൾ തന്റെ ഭാര്യയും 2 കുട്ടികളുമായിട്ട് ബോംബെയിൽ താമസിക്കുന്നുണ്ട്. അപ്പൊ അർജുനനുമായിട്ട് ഗുരുനിത്യയ്ക്ക് ഒരു ബന്ധമുണ്ട്. ആ അർജുനനായിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാം, പിന്നെ അവിടെ ചെന്നിട്ട് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളതായിരുന്നു. അപ്പൊ ഇന്നലെ നമ്മള് ചാൾസ് കിങ്സ്ലിയുടെ ഹൈപ്പേഷ്യയെ കുറിച്ചിട്ട്, ഹൈപ്പേഷ്യയുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള നോവലിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്റെ താപസനായുള്ള ഗുരുവിനെയും വളരെ പ്രകൃതി രമണീയമായ ആ തപോവാടിയെയും ഒക്കെ വിട്ടിട്ട് റോമിലേക്ക് പോയ പോലെ, അതിലത്തെ നായകൻ റോമിലേക്ക് പോയ പോലെ നടരാജ ഗുരുവിനെയും സോമനഹള്ളി എന്ന് പറയുന്ന പ്രശാന്ത സുന്ദരമായ ഇടത്തെയും വിട്ടിട്ട് റോമ നഗരം പോലെ തിരക്ക് പിടിച്ച വ്യാവഹാരികതയാൽ നിറഞ്ഞ ബോംബെ നഗരത്തിന്റെ മധ്യത്തിൽ ഗുരുനിത്യ പോയി ട്രെയിൻ ഇറങ്ങുകയാണ്. അപ്പൊ ഗുരുനിത്യ കാവി വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അർജുനനെ ഗുരുനിത്യ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ അവിടെ ഇറങ്ങിയപ്പോ അർജുനന് പെട്ടെന്ന് ആളെ മനസ്സിലായി. ഉടനെ അടുത്ത് വന്നു നോക്കുമ്പോ ഗുരുനിത്യ ചെരുപ്പിട്ടിട്ടില്ല. അപ്പൊ ചെരുപ്പിടാതിരിക്കുന്ന ഗുരുനിത്യയെ കണ്ടപ്പോ അർജുനൻ പറഞ്ഞു, ഇവിടുന്ന് ഇളകരുത്, ഇവിടെ തന്നെ നിൽക്കണം, എവിടെയും പോകരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിർത്തിയിട്ട് ആൾ ഇട്ടും വെച്ചിട്ട് ഒറ്റ ഓട്ടം ഓടിപ്പോയിട്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ചെരുപ്പ് ഇടിപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് ബോംബെ നഗരമാണ്, നിങ്ങളിവിടെ ചെരുപ്പിടാതെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല കോളറയോ അതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും പകർച്ചവ്യാധി അസുഖം വന്ന് ചത്തുപോകും. അതുകൊണ്ട് ഇവിടെ നമ്മളെ നാട്ടില് സർവ്വസംഘ പരിത്യാഗികൾ സഞ്ചരിക്കുന്ന പോലെ ചെരുപ്പിടാതൊന്നും നടക്കാൻ പറ്റില്ല. ചെരുപ്പൊക്കെ ഇട്ട് വൃത്തിയിലും വെടിപ്പിലും ഒക്കെ ശ്രദ്ധയോടുകൂടി നടക്കണം, അല്ലെങ്കിൽ മരിച്ചു പോകും, രോഗം വന്ന് മരിച്ചു പോകും എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെയും കൂട്ടി അർജുനൻ
തൻ്റെ കുടുംബസമേതം താമസിക്കുന്ന ഇടത്തേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഈ കുറച്ച് ദൂരം പോയി ഒരു ഒരു ഗല്ലിയാണ്. ഇപ്പൊ 2 നിലയുള്ള ഒരു കെട്ടിടം. അപ്പൊ അതിന്റെ മുകളിലേക്ക് ഈ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അതിലൂടെ കയറി പോകുമ്പോ സൈഡിലൊക്കെ എലികളൊക്കെ ഗുരുനിത്യനെ നോക്കിയിട്ട് ആരടാ നീ എന്നുള്ള രീതിയിൽ എലികളൊക്കെ സൈഡിലൂടെ സ്റ്റെപ്പിലൂടെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ചെന്നിട്ട് ഈ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഗുരുനിത്യ താമസിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലാണ്. ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു റൂമാണ്. ആ റൂമിലാണ് അടുക്കള, ആ റൂമിൽ തന്നെയാണ് ടോയ്ലറ്റ്, അത് തന്നെയാണ് ബെഡ്റൂം, അത് തന്നെയാണ് ഗസ്റ്റ് റൂം, അത് തന്നെയാണ് എവരിത്തിങ്. അപ്പൊ ഒരു മരത്തിന്റെ ഒരു പട്ടിക കൊണ്ട് അടിച്ചിട്ടുള്ള ഒരു ചെറിയ കട്ടിലുണ്ട്. അപ്പൊ ഗുരുനിത്യക്ക് ആ കട്ടില് ഗുരുനിത്യക്ക് വിട്ടുകൊടുത്തു കിടക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ താഴെ, കട്ടിലിന്റെ താഴെ പുള്ളിയുടെ അർജുനന്റെ ഭാര്യ കിടക്കും. 2 കുട്ടികൾ ബാക്കിയുള്ള സൈഡിൽ എവിടെയെങ്കിലും കിടക്കും. ഇദ്ദേഹം കാല് പുറത്തേക്കുള്ള ഡോറിന്റെ പുറത്തേക്കും തല അകത്തേക്കും ആക്കി വെച്ചിട്ട് കിടക്കും. അത്രേ കിടക്കാൻ സ്ഥലമുള്ളൂ. അപ്പൊ ആരെങ്കിലുമൊക്കെ കുളിക്കാൻ കയറുമ്പോ ബാക്കിയുള്ളവരൊക്കെ പുറത്തിറങ്ങിക്കണം രാവിലെ. അങ്ങനെ ഒരാൾ കുളി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവരൊക്കെ അകത്ത് കയറാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇടുങ്ങിയ മുറിയില് അർജുനന്റെ കുടുംബത്തോടൊപ്പം ഗുരുനിത്യ ബോംബെയിൽ താമസം തുടങ്ങും. അപ്പൊ പുള്ളി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, എത്രയോ പ്രശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ തന്റെ നിയോഗം തന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് എന്ന ഒരു സമാധാനം ഉള്ളത് കൊണ്ട് അതൊക്കെ സഹിക്കാൻ തയ്യാറായി. അപ്പൊ ദിവസം അർജുനൻ ജോലിക്ക് പോകുമ്പോൾ ഗുരുനിത്യയുടെ കാവിത്തുണിയുടെ അറ്റത്ത് 5 രൂപ 2 രൂപ ഒക്കെ കെട്ടി വെച്ചു കൊടുക്കും. കാരണം ഗുരുനിത്യ പുറത്തു പോകുമ്പോൾ ചെലവിന് വേണ്ടി ഉപയോഗിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. ഇപ്പൊ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കണം എന്ന് തീരുമാനിച്ചതുകൊണ്ട് കഴിയുന്നത്ര ഗുരുനിത്യ അത് എടുക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗുരുനിത്യക്ക് മനസ്സിലായി, ഇനിയിപ്പോ ആ പൈസ എടുക്കാതെ തനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ ആ പൈസ എടുത്തിട്ട് ബ്രഷും പേസ്റ്റും സോപ്പും ഒക്കെ വാങ്ങിച്ച് പുള്ളി ആ ഒരു ചെറിയ മുറിയിലുള്ള ഒറ്റ മുറി ഫ്ലാറ്റില് അവരുടെ ആ കുടുംബത്തിനോടൊപ്പം ചേർന്ന് ഗുരുനിത്യ ജീവിതം തുടങ്ങുകയാണ്. അപ്പൊ സത്യത്തിൽ ആ കുടുംബം നടക്കുന്നത്, അർജുനന് കിട്ടുന്ന ശമ്പളം വളരെ ചെറുതാണ്. ആ ചെറിയ ശമ്പളം വെച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവര് ഹിന്ദി, മറാഠി ഒക്കെ ഭാഷയില് ബാക്കി സമയം കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും. അപ്പൊ ഗുരുനിത്യ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും. ഈ പുറത്തേക്ക് പോണ സമയത്ത് ഇവര് അവിടുത്തെ ആ ഗല്ലിയിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് അതിൽ നിന്നുണ്ടാക്കുന്ന ചെറിയ വരുമാനം വെച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. അപ്പൊ ഗുരുനിത്യ പറയുന്നുണ്ട്, അത്രയും പരിമിതമായ സൗകര്യത്തില്, അത്രയും ആകെ ഒരു ചെറിയ കട്ടില് മാത്രമേ ഉള്ളൂ, അവിടേക്ക് ഒരു അതിഥിയായിട്ട് ഗുരുനിത്യ ചെല്ലുന്നു. അപ്പൊ യാതൊരു തരത്തിലുള്ള അസ്വാരസ്യവുമില്ലാതെ, യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതയുമില്ലാതെ അവിടേക്ക് സ്വീകരിച്ചിട്ട് ആ കുടുംബത്തെ വളരെ ഹാർമോണിയസ് ആയിട്ട്, വളരെ സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും കൊണ്ടുപോകാൻ ആ സ്ത്രീ കാണിക്കുന്ന പാടവം എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഗുരുനിത്യ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം താമസിക്കുന്നതിന്റെ അടുത്ത് തന്നെ ഒരു അന്ധന്മാരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം തന്നെ അവിടെ പോകുന്നത് അന്ധരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യണം എന്നുള്ളതാണ് ഗുരുവിന്റെ ഉദ്ദേശം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോഴാണ് അവിടെ ഒരു സ്കൂൾ ഉണ്ടെന്ന് പറയണത്. അങ്ങനെ ആ സ്കൂളിൽ ദിവസം പോകാൻ തുടങ്ങി. ചെല്ലുമ്പോൾ വളരെ വൃത്തിയില്ലാത്ത, യാതൊരു തരത്തിലും വൃത്തിയില്ലാത്ത ഒരു സ്കൂളാണ്. കണ്ണ് കാണാത്ത കുട്ടികള് ആ വൃത്തിയില്ലാത്ത സ്കൂളില് എങ്ങനെയാണ് ആകെ അഴുക്ക്, അവിടെ എവിടെയും നനവും പൂപ്പലും ഒക്കെ പിടിച്ചിട്ടുള്ളവര്. നമ്മൾ ഊഹിക്കാം ബോംബെയിലുള്ള ഒരു ചേരിയിലുള്ള ഒരു സ്കൂൾ എന്തായിരിക്കും, അതും അന്ധർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും, അത് അന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 52-ലാണ് അതൊക്കെ. അപ്പൊ നമുക്കത് ചിന്തിക്കാവുന്നതാണ് അതൊക്കെ. 53, 54 ഒക്കെ ആയിരിക്കും, 1954 ഒക്കെ. അപ്പൊ വളരെ സങ്കടം തോന്നി. ഇങ്ങനെയുള്ള സ്ഥലത്താണല്ലോ ഈ കുട്ടികളൊക്കെ പഠിക്കുന്നത് എന്നുള്ള ഭയങ്കര വിഷമവും സങ്കടമൊക്കെ തോന്നി. അങ്ങനെ അവിടെ പോകും. പിന്നെ കുറെ ഗല്ലികളിലൊക്കെ അലഞ്ഞു നടക്കും. പിന്നെ അർജുനന്റെ അടുത്ത് വരും. അപ്പൊ ഈ അർജുനന് തോന്നി, ഗുരുനിത്യ ഇങ്ങനെ നല്ല അറിവുള്ള ആളാണല്ലോ, നല്ല ജ്ഞാനിയായിട്ടുള്ള ആളാണ്, ഒരുപാട് ആഴത്തില് വേദാന്തവും നാരായണ ഗുരുവിന്റെ കൃതികളൊക്കെ പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട്
ഏതെങ്കിലും ഒരു വേദി പ്രസംഗിക്കാൻ കണ്ടെത്തി കൊടുത്താൽ നല്ലതായിരിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അവിടെ ഒരു പ്രഭാഷണ പരമ്പര ഒക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഗുരുനിത്യക്ക് ഒരു പ്രസംഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഗുരുനിത്യ അവിടെ പോയിട്ട് നിന്ന് ഗംഭീരമായ ഒരു പ്രസംഗം പ്രസംഗിച്ചു. പക്ഷെ അത് ഏറ്റില്ല, ആർക്കും ഇഷ്ടമായില്ല. അവർക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നി. കാരണം അവിടുത്തെ ആത്മീയ പ്രഭാഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭക്തിയുടെ, ഇങ്ങനെ ഭക്തി കൊണ്ട് മനുഷ്യരെ വികാരം കൊള്ളിക്കണം. ഇപ്പൊ ഗുരുനിത്യ അവിടെ പോയി നിന്നിട്ട് നമ്മളൊക്കെ ഈ വർത്തമാനം പറയുന്ന പോലെ വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ പറയുകയും വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് തത്വചിന്ത പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബോംബെയിലെ സാധാരണക്കാരായിട്ടുള്ള ഭക്തരായിട്ടുള്ള മനുഷ്യർക്ക് അവർക്കൊന്നും ഫീൽ ചെയ്യില്ല. ഇയാൾ എന്ത് കാവിട്ടിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവരത് എടുക്കുക. അവർക്കതൊന്നും ഫീൽ ചെയ്യ അവര് ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഇടയിൽ ഒരു അരോചകമായിട്ട് നല്ല സുന്ദരനായ ഒരു സ്വാമി വന്നു നിന്നിട്ട് വളരെ അരോചകമായ കാര്യങ്ങൾ, നിരർത്ഥകമായ കാര്യങ്ങൾ പറയുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. അപ്പൊ ഗുരുനിത്യക്ക് തന്നെ സ്വയം ലജ്ജ തോന്നി, അപമാനം വരുന്നത് പോലെ തോന്നി. ഷേ, ഞാൻ എന്തിനാ അത് ചെയ്തതെന്ന് തോന്നി. എന്നിട്ട് ഇദ്ദേഹത്തോട്, അർജുനോട് പറയും, ദയവ് ചെയ്തിട്ട് എന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകരുത്, ഇനി കൊണ്ടുപോകരുത് എന്ന് അദ്ദേഹത്തിന് ഒരു റിക്വസ്റ്റും കൊടുത്തു. അപ്പൊ അർജുനന് മനസ്സിലായി, പുള്ളി നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള, നമ്മൾ ഈ ബോംബെയുടെ പരിസരത്തുള്ള ഒരു സ്ഥലത്ത് നിർത്തിക്കൊണ്ട് പുള്ളിയെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെ ഉപദ്രവിക്കേണ്ടതില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ആ സ്കൂളിൽ പോവും, കുറച്ചുനേരം അവരുടെ കൂടെ ഇരിക്കും, ബ്രെയിൽ പഠിക്കും. മറ്റേ അന്ധരായിട്ടുള്ള ആളുകളെ വായിക്കുന്ന ആ ഒരു എഴുത്തിന്റെ രീതിയൊക്കെ ഉണ്ടല്ലോ, വായനയുടെ, അതൊക്കെ പഠിച്ചെടുക്കാൻ ഗുരു ശ്രമിക്കും. കാരണം ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അർജുന്റെ വീട്ടിൽ വന്ന് താമസിക്കും, ഭക്ഷണം നേരം ഭക്ഷണം കഴിക്കും, പിന്നെ അവിടുത്തെ ഗല്ലികളിലൊക്കെ അലഞ്ഞു തിരിയും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഗുരുനിത്യ അങ്ങ് ഇറങ്ങി നടക്കുകയാണ്. എവിടേക്കെന്നില്ലാതെ നടക്കുക. ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ നമ്മളിങ്ങനെ നിലാവത്തഴിച്ചിട്ട കോഴിയെ പോലെ നടക്കൂലോ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ. അതുപോലെ അങ്ങനെ നടന്ന് ഗുരു മറൈൻ ഡ്രൈവിലെത്തി. അവിടുത്തെ ബോംബെയിലെ വളരെ റിച്ച് ആയിട്ടുള്ള ആളുകൾ, ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് മറൈൻ ഡ്രൈവ്. അങ്ങനെ ഗുരു മറൈൻ ഡ്രൈവിൽ എത്തി. ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ ഒരു വലിയ ഒരു വീട്ടിലേക്ക്, ഒരു വലിയ വളരെ 2-3 നിലയുള്ള ഒരു വീട് പോലെയുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് കുറച്ച് സന്യാസിമാരും കുറെ ആളുകളും ഒക്കെ കയറി പോകുന്നത് കണ്ടു. അപ്പൊ അവിടെ എന്തോ ഒരു സത്സംഗം നടക്കുകയാണെന്ന് ഗുരുനിത്യക്ക് തോന്നി. അപ്പൊ അങ്ങനെ സത്സംഗം നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് എന്നാ പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, അപ്പൊ എന്നാ പിന്നെ ആ സത്സംഗം ഒന്ന് പോയി കേട്ടേക്കാമെന്ന് കരുതി അവിടെ ചെന്നിട്ട് സത്സംഗത്തില് സാധാരണ ആളുകളൊക്കെ ഓഡിയൻസ് ഇരിക്കുന്ന അവിടെ പോയിട്ട് ഗുരുവും താഴെയിരുന്നു. അപ്പൊ 3 സന്യാസിമാര് വേദിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്ന് താഴെ ഇരുന്നപ്പോ ഒരു സന്യാസി, കാവി ധരിച്ച ആളുകളോട്, നോർത്ത് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാവി എന്ന് പറയുന്ന ഒരു വസ്ത്രം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടായാൽ മതി, അവര് നമ്മളെ വല്ലാതെ റെസ്പെക്ട് ചെയ്യും, പിന്നെ എല്ലാം അവരങ്ങ് ഏറ്റെടുക്കും നമ്മുടെ. അപ്പൊ ഒരു സന്യാസി, കാവി ധരിച്ച ഒരു സന്യാസി, സാധാരണ ലൗകികരായിട്ടുള്ള, അങ്ങനെയാണ് ആ ഭാഷ പറയേണ്ടത്, ലൗകികരായിട്ടുള്ള ആളുകൾക്കിടയിൽ ഇരിക്കുക എന്ന് പറയുന്നത് അവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പൊ കാവി ധരിച്ചിട്ടുള്ള ഒരു സന്യാസി വന്നിരുന്ന് സത്സംഗിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോ അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഓടി വന്ന് ഇദ്ദേഹത്തെ പിടിച്ച് അവിടുന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയിട്ട് ഈ സന്യാസിമാര്, ഈ പ്രഭാഷണം നടത്താൻ വന്നിട്ടുള്ള സന്യാസിമാര് ഇരിക്കുന്ന വേദിയിൽ ഒരു സീറ്റ് കൊടുത്തിട്ട് അവിടെ ഇരുത്തി. അങ്ങനെ ഗുരുനിത്യ അവിടെ പാവം ഇങ്ങനെ ഇരുന്ന് ശാന്തമായിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു, പ്രഭാഷണമൊക്കെ കഴിഞ്ഞു, അത്യാവശ്യം നല്ല ലഡുവൊക്കെ കഴിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോ ചെരുപ്പ് കാണാനില്ല. ചെരുപ്പ് ആരും അടിച്ചു മാറ്റിക്കൊണ്ടേ. ചെരുപ്പ് അടിച്ചു മാറ്റിക്കൊണ്ടേതായിരിക്കില്ല, ആരെങ്കിലും മാറ്റിട്ട് പോയതായിരിക്കാം. നല്ല ചെരുപ്പാണ് അർജുനൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ചെരുപ്പ് തപ്പിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ വന്നു. വെച്ചിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ ചെരുപ്പ് ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഷൂ ഊരിക്കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ഷൂ ഊരിക്കൊടുത്തപ്പോ, ഇല്ല, നിങ്ങളുടെ ഷൂ ഇട്ടിട്ട് ഞാൻ നടക്കേണ്ടതില്ല എന്നുള്ളത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി ഗുരുനിത്യ. അപ്പൊ ഇംഗ്ലീഷിൽ ഒരാൾ സംസാരിക്കുന്ന, ഒരു സന്യാസി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നപ്പോ അദ്ദേഹം ഒന്ന് ഞെട്ടി. ഇംഗ്ലീഷൊക്കെ പറയുന്ന ഒരു സ്വാമിയോ? ഞെട്ടി ഇദ്ദേഹത്തെ വിളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തുള്ള അവരുടെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ SSLC ഒക്കെ പാസ്സായിട്ടുള്ളതാണ്? അപ്പൊ പറഞ്ഞു, അതെ, ഞാൻ പാസ്സായിട്ടുണ്ട്. അപ്പൊ ഡിഗ്രി എടുത്തിട്ടുണ്ടോ? പറഞ്ഞു, അതെ, ഡിഗ്രിയും എടുത്തിട്ടുണ്ട്.
PG കഴിഞ്ഞിട്ടുണ്ടോ, ഉപരിപഠനം കഴിഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു അത് ഉപരിപഠനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര വണ്ടറായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാ പിന്നെ അങ്ങ് എവിടെയാണ് താമസം? അപ്പൊ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ഗല്ലിയിലാണ് താമസം. എന്നാ പിന്നെ ഇവിടെ താമസിച്ചൂടെ, ഞങ്ങളുടെ കൂടെ ഇവിടെ കൂടിക്കൂടെ? അപ്പൊ ഇന്നു മുതൽ നിങ്ങൾ ഇവിടെ താമസിക്കൂ. പിന്നെ എന്താണ് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ പറഞ്ഞു ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജിയിൽ ഇങ്ങനെ അന്ധരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഗുരു അതൊക്കെ പോയിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്വേഷിച്ചിട്ട് ഫീസ് അടക്കാൻ പൈസ വേണ്ടേ? നല്ല ഫീസ് അടക്കണം. പിന്നെ ദിവസവും അവിടെ പോയി വരണം. അപ്പൊ ദാദറിൽ നിന്ന് ദിവസവും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി വരാൻ പൈസ വേണം, ഫീസ് അടക്കാൻ പൈസ വേണം. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഇങ്ങനെ തട്ടിമുട്ടി പോവുകയാണ്. അങ്ങനെ ഗുരുനിത്യ ഈ തന്റെ റിസർച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തവും താമസവും ഇവരെ ഏറ്റെടുത്തപ്പോ അർജുനന് സഹിക്കാൻ പറ്റില്ല എന്നറിയാം ഞാൻ അവിടുന്ന് മാറുന്നത്. പക്ഷെ തന്റെ ഉദ്ദേശം നടക്കണമെങ്കിൽ ഇവിടെ താമസിച്ചേ മതിയാവൂ എന്ന് മനസ്സിലാക്കിയിട്ട് ആ കുഞ്ഞു മുറിയിൽ നിന്ന് കൊട്ടാരം പോലെയുള്ള ഒരു മുറിയിലെ ഒരു ഇടത്തിലേക്ക് ഗുരു താമസം മാറ്റാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അർജുനന്റെ അടുത്ത് ചെന്ന് ഇതൊക്കെ പറഞ്ഞപ്പോ അർജുനന് ഭയങ്കര സങ്കടമായി. കാരണം ഇങ്ങനെ ഒരു ഇത്രയും നാൾ ഒരുമിച്ച് ഒരു കുടുംബം പോലെ ജീവിച്ചിട്ട് അവിടുന്ന് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോവുക എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ചില കാര്യങ്ങൾക്ക് ഇപ്പൊ ഗുരുനിത്യ പറയുന്നുണ്ടായിരുന്നു, നമ്മളുടെ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട, കുറച്ചും കൂടി വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ചില മുറിവുകൾ നമ്മളും അനുഭവിക്കേണ്ടി വരും, നമ്മുടെ ചുറ്റുപാടുള്ളവരും അനുഭവിക്കേണ്ടി വരും. ആരെയും മുറിപ്പെടുത്താതെയും മുറിപ്പെടാതെയും ഒരുപക്ഷെ നമുക്ക് ഒരു പരിധി വിട്ട് വിശാലതയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്ന് ഗുരു വേറൊരു സ്ഥലത്ത് എഴുതി വെച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും തൃപ്തരാക്കിക്കൊണ്ട് ഒരാൾക്ക് മുമ്പോട്ട് നടക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ വേദനകള് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നമ്മുടെ മുൻപോട്ടുള്ള യാത്രയില് നമ്മുടെ ചുറ്റുപാട് നമ്മളോട് അതുവരെ ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കുണ്ടാവും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മള് ആദ്യകാല സുഹൃത്തുക്കള് അവർക്ക് നമ്മളെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ കുറെ മുമ്പോട്ടേക്ക് പോയി നമ്മളുടെ ഒരു ജീവിത ശൈലിയും കാര്യങ്ങളും ഒക്കെ മാറി നമ്മൾ വേറൊരു ജീവിത ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പഴയ ആ ആളെ, ആ സ്വഭാവത്തിലുള്ള, ആ രീതിയിൽ പെരുമാറുന്ന, ആ രീതിയിൽ സംസാരിക്കുന്ന ആളെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും, അവർക്ക് സങ്കടം വരും. കാരണം നമ്മൾ അവരെ എങ്ങനെയാണോ അന്ന് നമ്മളോട് എങ്ങനെയാണോ പ്രതികരിച്ചിരുന്നത്, അന്ന് എങ്ങനെയാണോ കണ്ടിരുന്നത്, അതുപോലെ തന്നെ എന്നും വേണമെന്ന് നിർബന്ധം പിടിക്കും. അപ്പൊ മനുഷ്യർക്ക് മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ തിരക്കുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ആദ്യം ഒരു 10 ആളായിട്ട് മാത്രം ഇന്ററാക്ട് ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളായിരിക്കും. പിന്നീട് നമ്മൾ ഒരു 1000 ആളായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു അന്തരീക്ഷം വരുമ്പോൾ പഴയതുപോലെ ഒരുപാട് സമയം നമുക്ക് അവരുടെ കൂടെ ചെലവഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു ഫോൺ വരികയാണെങ്കിൽ നമ്മൾ അവരോട് പറയരുത്, സംസാരിക്കാം, കാരണം ഇന്ന് കുറെ ഫോൺ കോൾ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അവര് പറയും, എന്താ പറയാ, ഓ നീ ഇപ്പൊ വലിയ ആളായിപ്പോയി, നിനക്കിപ്പോ പഴയ പോലെ ഒന്നും സമയമില്ല, നീയൊക്കെ മാറിപ്പോയി എന്ന് പറയും. ഇതൊക്കെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പുതിയ സാഹചര്യങ്ങളിലേക്ക് മനുഷ്യര് മാറുന്നതിനെ പഴയ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല പലപ്പോഴും. അങ്ങനെയുള്ള ഒരു സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു അർജുനന്റെ കൂടെ ഇനിയും താമസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തനിക്ക് ഭക്ഷണം തന്നു, വസ്ത്രം തന്നു, കുറച്ചു നാൾ താമസിപ്പിച്ചു. ഇനിയിപ്പോ അവിടെ വിട്ടുകൊണ്ട് എനിക്ക് ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചാൽ ഗുരുനിത്യക്ക് ഒരു ഇഞ്ചും പോട്ട് പോകാൻ പറ്റില്ല. അപ്പോ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തണം. അങ്ങനെ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടെ ഗവേഷണം നടത്താനുള്ള ഒരു പ്രൊഫസറെ കണ്ടു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ആ പ്രൊഫസറായിട്ട് ചേർന്ന് പോകില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ ഒരു പ്രൊഫസറിൽ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ വളരെയധികം ഒരു പാരസ്പര്യം തോന്നി. അങ്ങനെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ റിസർച്ചിന് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ഈ പറയുന്ന പോലെ ഫീസ് അടയ്ക്കാനില്ലാത്തതുകൊണ്ടും താമസിക്കുന്നിടത്തുനിന്ന് ഒരുപാട് ദൂരെ ആയതുകൊണ്ടൊക്കെ അത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഈ ഒരാളെ കണ്ടെത്തുന്നത്. അപ്പൊ അദ്ദേഹത്തെ കണ്ടെത്തിയത് ഗുരുനിത്യക്ക് കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോവാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറി. അത് ഹരികിഷൻ ദാസ് അഗർവാൾ എന്ന് പറയുന്ന ഒരാളായിരുന്നു അത്. അപ്പൊ ഹരികിഷൻ ദാസ് അഗർവാൾ അവിടുത്തെ ഒരു വലിയ റിച്ച് ആയിട്ടുള്ള ആളായിരുന്നു.
അപ്പൊ അദ്ദേഹം ഗുരുനിത്യയ്ക്ക് കൊടുക്കുന്നത് പ്രേം കുടീർ എന്ന് പറയുന്ന ഒരു ആശ്രമത്തിലേക്കാണ് അവിടെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അവിടെ പ്രേംപുരിജി എന്ന് പറയുന്ന മഹാപണ്ഡിതനായിട്ടുള്ള ഒരു സന്യാസി വര്യൻ അദ്ദേഹമാണ് അവിടുത്തെ അധിപൻ. അപ്പൊ അദ്ദേഹവുമായിട്ട് ഗുരുനിത്യയ്ക്ക് വളരെ ആഴത്തിലുള്ള ഒരു പാരസ്പര്യം ഉണ്ടാവുകയും ചെയ്തു. ഇവര് തമ്മിൽ കണ്ടുമുട്ടിയപ്പോ തന്നെ ഗുരുനിത്യയെ കണ്ടപ്പോ തന്നെ ഗുരു ഇങ്ങനെ നല്ല പ്രസന്നനായിട്ടുള്ള തേജസ്വി ആയിട്ടുള്ള ഒരാളാണല്ലോ. അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമായി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വളരെ പാരസ്പര്യത്തില് താമസിക്കാനും ഒക്കെ തീരുമാനിച്ചു. അങ്ങനെ വളരെ സങ്കടത്തോടെയും വിഷമത്തോടെയും കൂടി ഗുരുനിത്യ അർജുനന്റെ ആ ഒരു വീട്ടിൽ നിന്ന് കൊട്ടാര സദൃശ്യം എന്ന് പോലും പറയാവുന്ന പ്രേം കുടീർ എന്ന് പറയുന്ന ഒരു ആശ്രമത്തിലേക്ക് താമസം മാറ്റുക. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിച്ചിരുന്ന ഒരാള് പിന്നീട് ജീവിതം അങ്ങ് മാറി മറിയുകയാണ്. ഈ ആശ്രമത്തിലെ സ്ഥിതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആശ്രമത്തിൽ കുറെ അന്തേവാസികളൊക്കെ ഉണ്ട്, സന്യാസിമാരൊക്കെ ഉണ്ട്. ദിവസവും വന്നിട്ട് ബോംബെയിലുള്ള റിച്ച് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് അവരുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് കൊണ്ടുപോകും സ്വാമിമാരെ. എന്നിട്ട് ഇഷ്ടം പോലെ മധുരവും ഭക്ഷണവും ഒക്കെ അങ്ങ് കഴിപ്പിക്കും. വരുന്ന സമയത്ത് തിരിച്ചു വരുമ്പോ എല്ലാവർക്കും ഓരോ ഓരോ കവറിൽ ഇഷ്ടം പോലെ കൊടുക്കും. ഈ ദക്ഷിണ പക്ഷേ ഇവർക്കുള്ളതല്ല, അത് ആശ്രമത്തിനുള്ളതാണ്. അത് അതേപോലെ തിരിച്ച് ആശ്രമത്തിന് കൊണ്ടുകൊടുക്കണം. പക്ഷെ ഭക്ഷണം സുഭിക്ഷാണ്. അവരൊക്കെ വന്ന് സ്വാമിമാരെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും, ഓരോ വീട്ടിൽ കൊണ്ടുപോകും, അവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കും. ഒരു പക്ഷെ ഗുരുനിത്യ ഇത്രയും തടിച്ചു വീർത്തത് ഈ 5 കൊല്ലത്തെ ബോംബെയിലെ ജീവിതം കൊണ്ടായിരിക്കുമെന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് മധുരം കഴിപ്പിക്കും അവർ. ഗുരുനിത്യക്കാണെങ്കിൽ മധുരം വളരെ ഇഷ്ടമാണ്, ലഡു ഒക്കെ നന്നായിട്ട് അടിക്കും. അപ്പോ ആ ബോംബെയിലുള്ള മറാഠികളും ഗുജറാത്തികളും പാഴ്സി ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഹിന്ദുസ് മാത്രമല്ല, മുസ്ലിംസ്, പാഴ്സികള് എല്ലാവരും കൊണ്ടുപോകും ഇവരെ ഭക്ഷണം കഴിപ്പിക്കാൻ. അങ്ങനെ ഒരു ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും പോയി ഭക്ഷണം കഴിക്കുകയും അങ്ങനെ എല്ലാ കൾച്ചറുമായിട്ട് ഒരു പാരസ്പര്യം ഉണ്ടാവാൻ അവിടുത്തെ ജീവിതം ഗുരുനിത്യനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ അവിടെ പോയിട്ട് ഗുരു റിസർച്ചിന് രജിസ്റ്റർ ചെയ്തു. അപ്പൊ ഇവര് എല്ലാ സൗകര്യവും ഇദ്ദേഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഈ പ്രേംപുരിജി ഒരു ദിവസവും ക്ലാസ് എടുക്കും. ദിവസവും ഏതെങ്കിലും ഉപനിഷത്തുകള്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള പ്രഭാഷണങ്ങൾ ദിവസം ഉണ്ടാവും. അപ്പൊ ഗുരുനിത്യയ്ക്ക് പുതിയ ഒരു അറിവിന്റെ ലോകം തുറന്നു കിട്ടുകയാണ്. അവിടെ വലിയൊരു അറിവിന്റെ ലോകം തുറന്നു കിട്ടുന്നു. ഇപ്പൊ ശങ്കരന്റെ ബ്രഹ്മസൂത്രം, വിദ്യാരണ്യന്റെ പഞ്ചദശി, ബ്രഹ്മാസ്മിമാല, വിവേക ചൂടാമണി, ആത്മബോധം, ഉപദേശ സാഹസ്രി, പതഞ്ജലിയുടെ യോഗസൂത്രം, നീതിസാരം, വേദാന്ത പരിഭാഷ, ന്യായബിന്ദു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വേദാന്ത ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള വ്യത്യസ്തമായ ദർശനധാരകളുമായിട്ട് വളരെ ആഴത്തില് ബന്ധം സ്ഥാപിക്കാനും പലതരത്തിലുള്ള സന്യാസിമാര്, പണ്ഡിതന്മാര് ഇവിടെ പ്രേംകുടീരിൽ വരികയും ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഗുരുവിന് വളരെ ആഴത്തിൽ ഇതൊക്കെ ആയിട്ട് വളരെ ആഴത്തിൽ ബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് ഒരു ദിവസം ഒരു മാതാ മാർക്കൻ എന്നർത്ഥം വരുന്ന മായി മാർക്കൻ എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ ഒരു വിശുദ്ധനെ പോലെയുള്ള ഒരാളുടെ ആശ്രമത്തിലേക്ക് ഗുരുനിത്യക്ക് പോകാനിടയായി. അപ്പോ ബോംബെയിലുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളുകള് ആണ് ആ ആശ്രമത്തിലുള്ളത്. അപ്പൊ മായി മാർക്ക് എന്ന് പറയുന്നത് ഒരു സന്യാസിയാണ്, പക്ഷെ എല്ലാവരും മാതാജിയെ പോലെയാണ് കാണുന്നത്. അത്രമാത്രം ഒരു വാത്സല്യം തന്റെ അടുത്ത് വരുന്നവർക്കൊക്കെ വളരെ സ്നേഹ വാത്സല്യം പകർന്നു കൊടുക്കുന്ന ഒരു സന്യാസിയാണ് മായി മാർക്കൻ. അപ്പൊ ഈ മായി മാർക്കൻ എന്ന് വിളിച്ചത് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു മാതൃത്വം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് വരുന്നത്. അപ്പൊ ഗുരുനിത്യ അദ്ദേഹത്തെ 100-300ഓളം ആളുകള് ചുറ്റും നിറഞ്ഞിരിക്കുന്ന ആ ഒരു ഹാളിലേക്ക് ഗുരുനിത്യ കടന്നു ചെന്നപ്പോ അങ്ങ് അകലെ പീഠത്തില് മായി മാർക്കൻ എന്ന് പറയുന്ന ആ ഒരു ഗുരുവര്യൻ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഗുരുനിത്യയെ കണ്ട ഉടൻ ഇദ്ദേഹത്തിന്റെ ശരീരം അങ്ങ് ആകപ്പാടങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. ഒരു വൈദ്യുതി പ്രവാഹം, ഒരു ഷോക്ക് അടിച്ചതുപോലെ ഭയങ്കരമായിട്ട് വിറക്കാൻ തുടങ്ങി. അങ്ങനെ ഗുരുനിത്യനെ അദ്ദേഹം തന്റെ തൊട്ടടുത്തൊരു പീഠത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിചാരിച്ചു ഗുരുനിത്യ എന്ന് പറയുന്ന ആള് സാധാരണക്കാരനല്ല, ഒരു വിശുദ്ധനായിട്ടുള്ള
ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഗുരു ഇത്രമാത്രം ആഴത്തിൽ അദ്ദേഹത്തെ ആദരിച്ചത്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് ഈ ഒരു സന്ദർശനത്തോടു കൂടി ഗുരുനിത്യ ബോംബെയിലെ വ്യത്യസ്തമായ വേദികളിൽ പോയിട്ട് പ്രഭാഷണം നടത്തുന്ന ഒരാളായിട്ട് മാറുകയാണ്. ഇവര് ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോയി വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി പ്രഭാഷണങ്ങൾ നടത്തിക്കുക, അദ്ദേഹത്തെ കൊണ്ട് വളരെ ആഴത്തിൽ പ്രഭാഷണങ്ങൾ നടത്തിക്കുന്ന ഒരാളായിട്ട് മാറി. അപ്പൊ ഗുരു പിന്നീട് അവിടെ ഒരു അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനായിട്ട് മാറുകയും ഒരു പണ്ഡിതനായിട്ട് മാറുകയും ഒരുപാട് ആളുകൾക്ക് വഴി കാണിക്കുന്ന ഒരാളായിട്ട് ഇരൊറ്റ സന്ദർശനം കൊണ്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഗുരുനിത്യക്ക് ഇതൊന്നും ഇങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്, ആളുകൾ ഭക്തന്മാരുണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊന്നും ഗുരുനിത്യയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും തന്നെ ആകർഷിക്കുന്ന കാര്യങ്ങളല്ല. കാരണം ഗുരുനിത്യയുടെ സങ്കല്പം എന്ന് പറയുന്നത് അതിശയോക്തി നിറഞ്ഞ മനുഷ്യരുടെ വികാരപ്രകടനങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അല്പം പോലും ഗുരുനിത്യക്ക് താല്പര്യമില്ല. വളരെ സാധാരണത്വത്തിൽ ഗുരുവിൻ്റെതായിട്ടുള്ള ഉദ്ദേശമുണ്ട്. അപ്പൊ ഗുരുവിന്റെ ഉള്ളിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഏകാധ്യാപക വിദ്യാലയം തുടങ്ങണം. അത് ഗുരുവിന്റെ ഒരു സ്വപ്നമാണ്. അത് റൂസോയുടെ ഒക്കെ ഒരു സങ്കല്പത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ഉള്ള നടരാജഗുരു തന്നെ നടരാജഗുരു ഡീലിറ്റ് എടുത്തത്, അദ്ദേഹം വിദേശത്ത് നിന്ന് ഡീലിറ്റ് എടുത്തത് പേഴ്സണൽ ഫാക്ടർ ഇൻ എഡ്യൂക്കേഷൻ പ്രോസസ്, വിദ്യാഭ്യാസ പ്രക്രിയയിലെ വ്യക്തിഗത ഘടകം എന്ന് പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടാണ് ഗുരുനിത്യ നടരാജഗുരു സർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡീലിറ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസ സന്ദർഭത്തിൽ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട പാരസ്പര്യത്തിന്റെ പ്രാധാന്യത്തെ, അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏകാധ്യാപക വിദ്യാലയം എന്ന് പറയുന്ന ഒരു സങ്കല്പം നടരാജഗുരുവിനുണ്ടായിരുന്നു. നടരാജഗുരു ഇത് ഫേൺഹില്ലില് നടരാജഗുരു ആദ്യമായിട്ട് ഗുരുകുലം സ്ഥാപിച്ചപ്പോൾ അവിടെയുള്ള ആ ഗല്ലിയിലുള്ള ഫേൺഹില്ലിലുള്ള കുട്ടികളൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒരു ഏകാധ്യാപക വിദ്യാലയം തുടങ്ങിയതാണ്. പിന്നെ അത് ഈ ദാരിദ്ര്യം കൊണ്ട് മുമ്പോട്ട് പോയില്ല. അപ്പോ അവിടെ ഒരു ഏക അധ്യാപക വിദ്യാലയം തുടങ്ങണം എന്ന് തീരുമാനിച്ചപ്പോൾ ഈ ഹരികിഷൻ ദാസ് എന്ത് ചെയ്തു, ഇദ്ദേഹത്തിനെ മഹാരാഷ്ട്ര ഗവർണറായിരിക്കുന്ന മംഗൾദാസ് പക്വാസ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി. കാരണം ഇങ്ങനെ ഗുരുനിത്യക്ക് ഇങ്ങനെ ഒരു ഇദ്ദേഹത്തിന്, കാരണം സന്യാസിയും കൂടിയാണ്, അതുകൊണ്ട് ഈ ഗവർണർക്ക് ഗുരുനിത്യയോട് വളരെ താല്പര്യം തോന്നി. അദ്ദേഹം കുറച്ചൊരു സ്പിരിച്വൽ ആയിട്ടും താല്പര്യമുള്ള ആളാണ്. പിന്നെ ഇങ്ങനെ വിദ്യാഭ്യാസത്തില് ഗുരുനിത്യ നടത്താൻ ഉദ്ദേശിക്കുന്ന പരീക്ഷണങ്ങളിൽ താല്പര്യമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം അതിന്റെ കൂടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഒരു 5 മുറികളുള്ള ഒരു ഫ്ലാറ്റ് ഈ ഗുരുനിത്യയുടെ ഈ പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ വേണ്ടി വിട്ടുകൊടുക്കണം. അപ്പൊ ഗുരുനിത്യയുടെ സങ്കല്പത്തിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സമ്പന്നരായിട്ടുള്ള 10 കുട്ടികൾ, ദരിദ്രരായിട്ടുള്ള 10 കുട്ടികളെ എടുക്കണം. എന്നിട്ട് രണ്ട് അധ്യാപകര്, 10 കുട്ടികൾക്ക് ഒരു അധ്യാപകര്. ഈ കുട്ടികളെ ഈ ഒരു അധ്യാപകൻ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കണം. 4ാം ക്ലാസ്സിൽ, അതായത് പ്രീ പ്രൈമറി മുതൽ, ഇപ്പൊ LKG UKG എന്ന് പറയുന്നത് പോലെ LKG തുടങ്ങി 10ാം ക്ലാസ് വരെ 12 വർഷം ഈ 10 കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ അധ്യാപകനിലൂടെ 10 കുട്ടികൾ ഒരു കുടുംബം പോലെ കഴിയുന്നതിലൂടെ എല്ലാ വിഷയങ്ങളും ആ അധ്യാപകൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. അതിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ആ കുട്ടിക്ക് ഏതേത് വിഷയങ്ങളിലൊക്കെയാണ് കൂടുതൽ താല്പര്യമുള്ളത്, ആ കുട്ടിയുടെ സ്വഭാവം ഏത് വിഷയങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്, ആ വിദ്യാഭ്യാസത്തെ ഏത് രീതിയിൽ കൊണ്ടുപോയാലാണ്, എങ്ങനെയൊക്കെ കൊണ്ടുപോയാലാണ് ആ കുഞ്ഞിനെ സ്വധർമ്മത്തിൽ അധിഷ്ഠിതമായ, സ്വഭാവത്തിൽ അധിഷ്ഠിതമായ ഏതൊക്കെ മേഖലകളിലൂടെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ തിരിച്ചുവിടാം, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ ഒരു അധ്യാപകൻ തന്നെ ദീർഘകാലം പഠിപ്പിച്ചാൽ മാത്രമാണ് ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായ ധാരണ അധ്യാപകർക്ക് ഉണ്ടാവുകയും ആ കുഞ്ഞിന് ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും കൃത്യമായി ഗൈഡ് ചെയ്തിട്ട് ആ കുഞ്ഞിന്റെ സ്വഭാവത്തിന് അനുസൃതമായ ഒരു തുടർ വിദ്യാഭ്യാസ ജീവിതത്തിലേക്ക്
നയിക്കാൻ അത് വളരെ ആഴത്തിൽ സഹായിക്കുകയും ചെയ്യും എന്നൊരു ഒരു ഗുരുശിഷ്യ പാരസ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഏകാധ്യാപക വിദ്യാലയം തുടങ്ങാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഗവർണർ അതിന്റെ സ്ഥലം അനുവദിച്ചു കൊടുത്തു. പക്ഷേ സമ്പന്നരായിട്ടുള്ള ആളുകള് കുറഞ്ഞ ഫീസുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കില്ല എന്ന് അറിയാം അവർക്ക്. ഇവർക്ക് സ്കൂളൊക്കെ നല്ല കെട്ടിടമാണ്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, സമ്പന്നരായ കുട്ടികളെ കിട്ടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ഫീസ് കൂടുതൽ പറയണം. അങ്ങനെ വലിയ ഫീസ് വെച്ച് സമ്പന്നരായിട്ടുള്ള 10 കുട്ടികളെ അവിടേക്ക് കിട്ടി, ദരിദ്രരായിട്ടുള്ള 10 കുട്ടികളെ ഫീസ് ഇല്ലാതെ പഠിപ്പിക്കാനും തീരുമാനിച്ചു. അപ്പോൾ ഈ സമ്പന്നരായിട്ടുള്ള കുട്ടികളും ദരിദ്രരായിട്ടുള്ള കുട്ടികളും ഇഴുകി ചേരുന്നതിലൂടെ പാവപ്പെട്ട കുട്ടികളുടെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള അന്തരീക്ഷം പണക്കാരായിട്ടുള്ള കുട്ടികൾക്കും, പണക്കാരായിട്ടുള്ള കുട്ടികളുമായിട്ട് ചേർന്ന് ഇടപഴകി ജീവിക്കുന്നതിലൂടെ പാവപ്പെട്ട കുട്ടികളുടെ അപകർഷതാബോധത്തിൽ നിന്ന് പുറത്തു വരാനുള്ള അന്തരീക്ഷം ഉണ്ടാവുകയും ഇവരെ രണ്ടുപേരെയും ചേർത്ത് വെച്ചുകൊണ്ട് പാവപ്പെട്ടവൻ പണക്കാരൻ എന്ന് പറയുന്ന അകൽച്ചയില്ലാതെ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരവരുടെ സ്വഭാവത്തിന് അനുസൃതമായി അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഗുരു നിത്യ സ്വപ്നം കണ്ടത്. അത് തുടങ്ങാൻ കാരണം തന്നെ നടരാജ ഗുരുവിന്റെ ആ റിസർച്ചിലും നടരാജ ഗുരു റൂസോയുടെ ഒക്കെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനോടുള്ള താല്പര്യത്തിൽ നിന്നുകൊണ്ട് നടരാജ ഗുരുവിന്റെ വിദ്യാഭ്യാസ സങ്കല്പമുണ്ട്. ആ വിദ്യാഭ്യാസ സങ്കല്പത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങാൻ തന്നെ തീരുമാനിക്കുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് ഗുരുവിന്റെ റിസർച്ച് നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഈ ഒരു അധ്യാപക സ്കൂള് നടക്കുന്നു. അങ്ങനെ 2 അധ്യാപകരെ അവിടേക്ക് കിട്ടി. 2 സ്ത്രീകളായിട്ടുള്ള 2 അധ്യാപകരെ അവിടെ നിയമിച്ചു. സ്കൂളൊക്കെ തുടങ്ങി. പക്ഷെ ഐഡിയോളജി എന്ന് പറയുന്നത് ആശയങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ എൻ്റെ ഉള്ളിലൊരു ആശയം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഗുരുനിത്യയുടെ ആശയത്തിനനുസരിച്ചിട്ടൊരു സ്കൂൾ തുടങ്ങി. ഇപ്പൊ ഗുരുനിത്യയുടെ ഉള്ളിൽ ആ ഒരു ആശയം രൂപപ്പെട്ടു വന്നതിന്റെ പിന്നിൽ വലിയൊരു പശ്ചാത്തലമുണ്ട്. നടരാജുരുമായിട്ടുള്ള ബന്ധം, അതുവരെ അദ്ദേഹം ജീവിച്ചു വന്ന ജീവിത അന്തരീക്ഷം, പിന്നെ തന്റെ സ്വതന്ത്രമായ വിദ്യാഭ്യാസ സങ്കല്പം, ഇങ്ങനെ പലതരത്തിലുള്ള ധാരണകളിലൂടെ വന്ന ഒരു കൃത്യമായ ധാരണ ഒരു ഏകാധ്യാപക വിദ്യാലയം നടത്തുമ്പോൾ ഉണ്ടായിരിക്കേണ്ടതിനെ കുറിച്ച് ഗുരുനിത്യക്കുണ്ട്. പക്ഷെ അവിടെ വരുന്ന അധ്യാപകർക്ക് അതേ അർത്ഥത്തിലും അതേ വിശാലതയിലും അതേ ആശയപ്പൊരുത്തത്തിലും ആ ഒരു ധാരണ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോ ആദ്യം വന്ന ഒരു അധ്യാപിക അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് നിയമിച്ച ഈ 2 അധ്യാപികമാരില് ഒരു അധ്യാപിക അവിടുത്തെ പ്രിൻസിപ്പളാണ്. ഇപ്പൊ ഒരു ദിവസം ഗുരുനിത്യ അവിടെ ചെല്ലുമ്പോൾ കുട്ടികളെ വളരെ ശക്തമായിട്ട് വഴക്ക് പറയുന്ന അധ്യാപികയാണ് കാണുന്നത്. അപ്പൊ ഗുരുനിത്യക്ക് സങ്കടം വന്നു. അപ്പൊ ഗുരുനിത്യ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, കുട്ടികളെ ഒരു പരിധി വിട്ട് വഴക്ക് പറയാതെ കുഞ്ഞുങ്ങളുമായി വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദം അവരുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ പാരസ്പര്യത്തിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിന് ശേഷം മതി അവരെ പഠിപ്പിക്കൽ എന്നാണ് ഗുരു ആദ്യം മുൻപോട്ട് വെച്ച ആശയം. ആദ്യം തന്നെ കുട്ടികളെ പഠിപ്പിക്കണ്ട, ആദ്യമായിട്ട് കുറച്ച് ദിവസങ്ങൾ, 1 മാസം പോലും എടുത്തിട്ട് കുട്ടികളുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കുക, വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കുക. എന്നെ ഭയപ്പെടേണ്ടതില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പെടേണ്ടവരോ അനുസരിക്കേണ്ടവരോ അനുസരിപ്പിക്കേണ്ടവരോ അല്ല എന്നുള്ള തരത്തില് അവരായിട്ട് സാധാരണ കാര്യങ്ങൾ, വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് നടക്കാൻ പോയി. അപ്പൊ ആ വിദ്യാർത്ഥികളുമായിട്ട് ഒരു പാരസ്പര്യം, ഒരു സൗഹൃദം, ഒരു സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ ഒരു പാരസ്പര്യം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ടേ എന്തെങ്കിലും വിഷയം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുള്ളൂ എന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഈ അധ്യാപികയ്ക്ക് മനസ്സിലാവുന്നില്ല. അവര് വരുന്നത് അനുസരണയില്ലാതെ നടക്കുന്ന കുട്ടികളെ വിളിച്ച് ചീത്ത പറയുന്നതാണ് കേൾക്കുന്നത്. അപ്പൊ ഗുരുനിത്യ നേരെ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് അവിടെ ഒരു പിയാനോ ഉണ്ട്. അങ്ങനെ ആ പിയാനോ എടുത്തിട്ട്, അപ്പൊ ഗുരുനിത്യ ഈ വിദ്യാഭ്യാസം അവർ എങ്ങനെയാണ് വിദ്യാഭ്യാസം കൊടുക്കാൻ അവർ തീരുമാനിക്കുന്നത്, അവർ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നത് ശുചിത്വം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഭക്ഷണശീലങ്ങള്, സംഭാഷണ ചാതുര്യം, വ്യത്യസ്തമായ ഭാഷകളിൽ പഠിപ്പിക്കുക, പിന്നെ മത്സരമില്ലാതെയുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കുക, മ്യൂസിക് പഠിപ്പിക്കുക, ചിത്രകല പഠിപ്പിക്കുക, കരകൗശല വസ്തു നിർമ്മാണം പഠിപ്പിക്കുക, അതേപോലെ പലതരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള തൊഴിലുകൾ പഠിപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ്
ഈ കുട്ടികളുടെ വഴക്ക് കണ്ടിട്ട് പൊട്ടിത്തെറിക്കുന്ന പ്രധാന അധ്യാപികയെ കണ്ടിട്ട് ഗുരുനിത്യ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പൊ ഗുരുനിത്യ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കുട്ടികളെ വഴക്കൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് അവിടെ ഒരു പിയാനോ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഗുരുവിന് അങ്ങനെ ഭയങ്കര പിയാനോ വായിക്കാനൊന്നും അറിയില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനറിയാം. അപ്പൊ അങ്ങനെ ഗുരുനിത്യ പോയിട്ട് വെറുതെ ഇങ്ങനെ പിയാനോ വായിക്കാൻ തുടങ്ങി. അപ്പൊ കുട്ടികളൊക്കെ, ഈ വഴക്കിട്ടിരുന്ന ചിതറിക്കിടന്നിരുന്ന കുട്ടികളൊക്കെ പിയാനോയുടെ ശബ്ദം കേട്ടപ്പോ അവിടേക്ക് ഓടി വന്നു. ഈ ടീച്ചർക്കും പിയാനോ വായിക്കാൻ അറിയാം, ഈ ടീച്ചർ നല്ല പിയാനോ ടീച്ചറും കൂടിയാണ്. പക്ഷെ ടീച്ചറുടെ ഉള്ളിൽ അത് പോണില്ല. ടീച്ചർ ആയതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, കുട്ടികൾ ബഹളം ഉണ്ടാക്കുമ്പോൾ വഴക്ക് പറഞ്ഞ് അവരെ അടിച്ചൊതുക്കി ഇരുത്തുക എന്ന് പറയുന്ന ടീച്ചിങ് സമ്പ്രദായം മാത്രമേ നമ്മുടെ ടീച്ചർമാർക്ക് അറിയുള്ളൂ, ആ ടീച്ചർക്കും അറിയുള്ളൂ. അവർ നമ്മളെ അനുസരിക്കുന്നില്ല, അതുകൊണ്ട് അവരെ ഉപദ്രവിക്കുക, വഴക്ക് പറഞ്ഞിരുത്തുക. അനുസരിക്കാത്ത കുട്ടികളെ അനുസരണയിലേക്ക് കൊണ്ടുവരാൻ മറ്റെന്തൊക്കെ വഴികളുണ്ട്, ആ വഴികളെ നോക്കിയിട്ട് അനുനയപൂർവം അവരെ മറ്റു വിഷയങ്ങളിലേക്ക് ആകർഷിച്ചിട്ട് വേണം അതിലേക്ക് കൊണ്ടുവരാൻ. പണ്ട് ഗുരുനിത്യ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ പോകും. അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലും, ആദ്യത്തെ ക്ലാസ്സിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികള് അധ്യാപകൻ ആദ്യം വരും, ഒരു ഇന്ത്യൻ സന്യാസിയാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത് എന്ന് അറിഞ്ഞു. അപ്പൊ എല്ലാവരും വളരെ കൗതുകത്തിലാണ്, കാരണം അങ്ങനെ ഒരു ഇന്ത്യൻ സന്യാസി പഠിപ്പിക്കാൻ വരുന്ന നല്ല യങ് ആയിട്ടുള്ള സുന്ദരികളും സുന്ദരന്മാരുമായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അപ്പൊ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ കരുതി അവർ കാത്തിരിക്കുമ്പോൾ ഗുരുനിത്യ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്നത് ഒരു ടാപ്പ് റെക്കോർഡറുമായിട്ടാണ്. നേരെ ക്ലാസ്സിലേക്ക് കയറി ചെന്നു, എന്നിട്ട് വിദ്യാർത്ഥികളോട് മുഴുവൻ പറഞ്ഞു മേശയും കസേരയും കംപ്ലീറ്റ് എടുത്ത് മാറ്റിടാൻ പറഞ്ഞു. ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു പരിപാടിയില്ല. എന്നിട്ട് നേരെ ക്ലാസ് റൂമിന്റെ നടുവിലെ ഈ ടാപ്പ് റെക്കോർഡറായിട്ട് പോയിട്ട് ഗുരുനിത്യ അങ്ങിയിരുന്നു. എന്നിട്ട് എല്ലാ വിദ്യാർത്ഥികളോടും പറഞ്ഞു എല്ലാവരും എനിക്കെതിരെ മലർന്ന് റിലാക്സ്ഡ് ആയിട്ട് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് കിടന്ന് ഗുരു ടാപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. ആ ടാപ്പ് റെക്കോർഡറിലുള്ള മ്യൂസിക് അന്ന് യുവാക്കൾക്കിടയിൽ ഏറ്റവും പോപ്പുലർ ആയിരുന്ന റോക്ക് മ്യൂസിക്കാണ്. ഇവരൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ഉൾപ്പുളകിതരായി. കാരണം ഒരിക്കലും ഒരു അധ്യാപകൻ ഞങ്ങൾ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി മ്യൂസിക് കൊണ്ടൊന്നും വെക്കില്ല. ആ പാട്ട് കഴിഞ്ഞു, ടാപ്പ് റെക്കോർഡർ ഓഫാക്കിയിട്ട് ഗുരു നിത്യ ഒറ്റ പോക്കാണ് അവിടെ. എനിക്ക് ഭയങ്കര കൗതുകമായി, ഇതെന്തൊരു അധ്യാപകനാണ്. പിറ്റേ ദിവസം ഗുരുനിത്യ ക്ലാസ്സിലേക്ക് വരുന്നു. അദ്ദേഹം വന്നിട്ട് 2 വരി കവിത എഴുതും. എന്നിട്ട് എല്ലാവരോടും പറയും ബാക്കി നിങ്ങൾ പൂരിപ്പിക്കാൻ പറയും. അങ്ങനെ അവർ ബാക്കി എല്ലാവരും പൂരിപ്പിക്കും. അതായിട്ട് ഗുരുനിത്യ വീണ്ടും തിരിച്ചു പോകും. പിന്നെ ഗുരുനിത്യ വന്നിട്ട് ഒരു ആശയം പറയും, അത് ചിത്രം വരയ്ക്കാൻ പറയും. എല്ലാവരെ കൊണ്ട് ചിത്രം വരപ്പിക്കും. ഇങ്ങനെ ഓരോ ദിവസവും അവരൊരിക്കലും വിചാരിക്കാത്ത രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ ഓരോ വിഷയങ്ങൾ അവതരിപ്പിച്ച് വിദ്യാർത്ഥികൾ കാത്തിരിക്കാൻ തുടങ്ങി. നാളെ ക്ലാസ്സിൽ വരുന്ന അധ്യാപകനെ കൊതിയോടുകൂടി കാത്തിരിക്കാൻ തുടങ്ങി. ഇന്ന് എന്തായിരിക്കും പുള്ളി കൊണ്ടുവരിക, എന്തായിരിക്കും ചെയ്യിക്കുക. പക്ഷെ സൈക്കോളജിയാണ് ഗുരു ക്ലാസ് എടുക്കുന്നത്. പക്ഷെ ഈ കുറച്ച് ദിവസങ്ങളോടുകൂടി തൻ്റെ വിദ്യാർത്ഥികൾ, തൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വഭാവവും അവരുടെ മനസ്സും ഒക്കെ ഗുരുനിത്യക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിലുള്ള ഒരു വിദ്യാർത്ഥി, സുന്ദരി ഡെന്നിസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, അവരിലുള്ള പല വിദ്യാർത്ഥികളും ഗുരുവിന്റെ ശിഷ്യരാവുകയും ഊട്ടിയിൽ വന്ന സമയത്ത് ഗുരുനിത്യ പറയുകയാണ് അവരോട്, ഞാൻ നിങ്ങൾക്ക് എടുത്ത ക്ലാസ്സുകളെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ അവര് ഊട്ടിയിൽ വെച്ചിട്ട് ഈ അനുഭവം പറയാ, നിങ്ങൾ കോരിത്തെരിച്ചിരുന്നു പോയി. അപ്പൊ ഒരു അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം, വിദ്യാർത്ഥികളുമായിട്ട് ഹൃദയ പാരസ്പര്യം ഉണ്ടാക്കുകയാണ് ആദ്യം വേണ്ടതെന്നും പഠിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് എന്നുമുള്ള ഒരു സങ്കല്പം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഏകാധ്യാപക വിദ്യാലയം തുടങ്ങുന്നത്. പക്ഷെ അത് ഈ ടീച്ചർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഗുരു പോയിട്ട് പിയാനോ വായിക്കാൻ തുടങ്ങി. ഗുരുവിന് അങ്ങനെ പിയാനോ വായിക്കാനൊന്നും അറിയുന്ന ആളല്ല. പക്ഷെ ഗുരു പിയാനോ വായിക്കാൻ തുടങ്ങിയപ്പോ ഈ ചിതറിക്കിടന്നിരുന്ന കുട്ടികള് ഇവിടുന്ന് ഓടി വന്നിട്ട് ഒരുമിച്ചിരുന്ന് ശാന്തമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങി. അത് ടീച്ചറുടെ ഈഗോ ഹർട്ട് ചെയ്തു. കാരണം താൻ പിയാനോ വായിക്കുന്ന ഒരു ടീച്ചറാണ്, അത് എന്നെ അപമാനിച്ചതുപോലെ അവർക്ക് തോന്നി. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ഈഗോ ഉള്ള ആളായിരിക്കുമല്ലോ. അങ്ങനെ തന്നെ അപമാനിച്ചതുപോലെ അവർക്ക് തോന്നുകയും അവര് റിസൈൻ ചെയ്ത് സ്ഥലം വിടുകയും ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നത് വേറെ ഒരു അധ്യാപികയാണ്, സിന്ധിക്കാരിയായിരുന്നു. അവർ വളരെ ശാന്തമായിട്ടുള്ള ഒരു അധ്യാപികയായിരുന്നു. പിന്നെ ആ അധ്യാപികയെ വെച്ചിട്ടാണ് പിന്നെ ആ സ്കൂൾ നടക്കുന്നത്. പക്ഷെ ആ സ്കൂൾ കുറെ നാൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഗുരുനിത്യ എവിടെയും തങ്ങി നിൽക്കാത്ത ഒരാളായതുകൊണ്ട് അത് എത്ര നാള് നിന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇത് നോക്കണം. നമ്മൾ 53, 54
ഒരു 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 ഗുരുനിത്യ പോയിട്ട് ഒരു മോഡൽ സ്കൂൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി അതിലേക്ക് ഇനി എത്തിയിട്ട് പോലുമില്ല. നമ്മൾ ഇന്നും പണ്ട് ഏതോ ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച കുറെ ക്ലർക്കുമാരെ ജോലി കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ക്ലർക്കുമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കുട്ടികളുടെ സ്വഭാവം മനസ്സിലാക്കി നമുക്ക് ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, വക്കീലാക്കണം, അല്ലെങ്കിൽ ഇപ്പൊ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആക്കണം, അങ്ങനെ 4-5 ജോലികളേ ഉള്ളൂ. ഈ ജോലിയൊന്നും ഇനിയിപ്പോ ഇവിടെ എടുക്കാൻ ആവശ്യക്കാരുണ്ടാവില്ല. കാരണം അതിപ്പോ ആവശ്യത്തിൽ കൂടുതൽ ആളുകളായി കഴിഞ്ഞു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസങ്ങൾ എല്ലാം. അപ്പൊ ഇങ്ങനെയുള്ള വലിയ 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 ജോലി കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം മാറിയിട്ട് ജീവിതത്തെ ധന്യമാക്കാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നമുക്ക് വരേണ്ടതുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ ഒന്ന് ആലോചിച്ചു നോക്കൂ, 4 വയസ്സ് മുതല് 20 വയസ്സ് വരെയുള്ള ഒരു കാലം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലമാണ്. നമ്മുടെ ബാല്യം, കൗമാരം, യൗവനം നമ്മളെ ഏറ്റവും ധന്യതയോടെയും തൃപ്തിയോടെയും ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും കഴിയേണ്ട ഒരു പ്രായമാണ് നമ്മുടേത്. ആ പ്രായം നമ്മൾ ചെലവഴിക്കുന്നത് ഈ മർക്കടമുഷ്ടിയും ധാർഷ്ട്യവും അഹങ്കാരവുമുള്ള അധ്യാപകരുടെ ക്രൂരതയ്ക്ക്, അവരുടെ കണ്ണു തുറച്ചു നോട്ടത്തിനും, ആരൊക്കെയോ എഴുതിയുണ്ടാക്കിയ തലയിൽ ചൊരുക്കി വെക്കാൻ പറ്റാത്ത അത്ര സിലബസിനും, ട്യൂഷൻ ക്ലാസ്സിനും, വീട്ടിലെയും സ്കൂളിലെയും കടുത്ത സമ്മർദ്ദത്തിനൊക്കെ വിധേയരായിട്ട് നരകതുല്യമായ കാലമായിട്ട് മാറുന്നു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. ഇതൊക്കെ നമ്മൾ ഇനി എന്നാണ് ആലോചിക്കുക? എന്നിട്ട് എന്താ നമ്മളൊക്കെ നേടിയത്? നമ്മളൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നിരിക്കണവരാണല്ലോ ഈ ക്ലാസ് ഒക്കെ ഇരിക്കുന്നവര്. ജീവിതത്തിൽ സ്വസ്ഥമായിട്ടുള്ള ഒരു ദിവസം കടന്നു പോകാൻ നമുക്ക് ഈ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ആകെ മാസം ശമ്പളം കിട്ടുന്നുണ്ടായിരിക്കും. 25,000, 50,000, 1 ലക്ഷം, 1.5 ലക്ഷം രൂപ ഒക്കെ ശമ്പളം കിട്ടുന്നുണ്ടാകുമായിരിക്കാം. പക്ഷെ വിദ്യാഭ്യാസം ഒരു ധന്യത നൽകുന്ന ഒരു അനുഭൂതിയായിട്ട്, ഒരു അനുഭവമായിട്ട്, വിദ്യാലയങ്ങൾ നാളെ രാവിലെ സ്കൂളിലേക്ക് എനിക്ക് പോകണം, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ലൈഫുണ്ട്, ജീവിതമുണ്ട് എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന, അത് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ട് ഒരു ജീവിതമാകാമെന്ന് തോന്നിപ്പിക്കുന്ന വിദ്യാഭ്യാസങ്ങളല്ല നമുക്ക് വേണ്ടത്. മറിച്ച് സ്കൂളുകളിൽ ജീവിക്കുന്ന ഓരോ ദിവസവും ധന്യമാണ്, ജീവിതമാണ്, ജീവിക്കുന്നു എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ വളരെ പാരസ്പര്യപ്പെട്ട് അവിടെ സ്കൂളിൽ തന്നെ കൃഷിയിടങ്ങൾ തുടങ്ങി അവിടെ തന്നെ അവർ കൃഷി ചെയ്ത് വിദ്യാർത്ഥികളുമായിട്ട് ഒരുമിച്ച് കൃഷി ചെയ്ത് ഇപ്പൊ തൻ്റെ ഒരു ആളുടെ ജീവിതത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള ബാല്യ യൗവന കൗമാരങ്ങൾ ഒരു വിദ്യാലയത്തില് നശിപ്പിച്ചു കളയേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്കുള്ളത്. ആ വിദ്യാലയത്തെ എങ്ങനെ വളരെ ക്രിയാത്മകമായി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള ആ ഒരു സമയം ആ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ എന്നെന്നും ഗുണം ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും? ഭാഷ പഠിപ്പിക്കാം, കൃഷി പഠിപ്പിക്കാം, ആശാരിപ്പണി പഠിപ്പിക്കാം, മനുഷ്യത്വം പഠിപ്പിക്കാം, ശുചിത്വം പഠിപ്പിക്കാം, എന്തൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും? മ്യൂസിക് പഠിപ്പിക്കാം, ചിത്രകല പഠിപ്പിക്കാം. ഇങ്ങനെ അവരവർക്ക് ഓരോ ദിവസവും ജീവിക്കുന്നു എന്ന ഫീൽ കൊടുക്കുന്ന ദിവസങ്ങളെ സമ്മാനിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പക്ഷെ നമുക്ക് ഉണ്ടാവുന്നത് എന്താണ്? ഈ പഠനമൊക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ എടുത്ത് അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ് PhD ഒക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ടൊരു ജീവിതം ഉണ്ടാവാൻ, ഇതൊക്കെ പഠനം കഴിഞ്ഞിട്ടൊരു ജീവിതം ഉണ്ടാവാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസം, ഡെഡ് ആയിട്ടുള്ള ഒരു സാധനം. എന്നാൽ ജീവിക്കുന്ന ഓരോ ദിവസവും സന്തോഷകരവും തൃപ്തികരവുമാക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസം തന്നെ ജീവിതത്തിന് സന്തോഷം സമാധാനവും പകരുന്ന ഒരു വഴിയായിട്ട് മാറ്റുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ കുട്ടികൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്ത് സ്കൂളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് ഓർമ്മയുള്ളത്? എന്റെ കയ്യിൽ കുറെ അടി കിട്ടിയ ഓർമ്മയുണ്ട്, കണക്ക് പഠിച്ചു. ഒരു ജീവത്തായിട്ടുള്ള എന്ത് സ്മരണയാണ് വിദ്യാഭ്യാസം നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കാല വിദ്യാഭ്യാസങ്ങള് ഓക്കെ, അതൊക്കെ ആവശ്യമായിരുന്നു. പക്ഷേ കഴിഞ്ഞു വന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് മാറ്റപ്പെടുത്തേണ്ടതുണ്ടെന്ന് ബോധ്യമായ രീതികൾ മാറ്റപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ ഈ നേരത്തെ മതങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ നമ്മൾ മതങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നു, ജാതിയുടെ പ്രശ്നങ്ങൾ പറയുന്നു, രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങൾ പറയുന്നു. പക്ഷെ അതേ മതത്തെക്കാളും രാഷ്ട്രീയത്തെക്കാളും ജാതിയേക്കാളും നമ്മളെ ബാധിക്കുന്ന വിഷയമാണ് സത്യത്തിൽ വിദ്യാഭ്യാസം.
മറ്റത് വല്ലപ്പോഴൊക്കെ പള്ളിയിൽ പോകുമ്പോ മാറി നിന്നാ മതി. അതിനേക്കാൾ കുടുസായ സങ്കുചിതമായ ഒരു ഒരു ഫ്രെയിമിൽ തളച്ചിട്ടിരിക്കുകയാണ് നമ്മളെ. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു മുക്തി വേണം. ഫ്രീഡം ഫ്രം അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന പോലെ നമ്മുടെ സങ്കുചിതമായ വിദ്യാഭ്യാസ വ്യവസ്ഥകളിൽ നിന്ന് വിശാലമായ വിദ്യാഭ്യാസ അനുഭവങ്ങളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റി പ്രതിഷ്ഠിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ചെയ്യേണ്ടതില്ലേ എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലത്തും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വരുത്തേണ്ട ക്രിയാത്മകമായ മാറ്റങ്ങൾ, അത് ഞാൻ പ്രധാനപ്പെട്ട പോയിന്റ് പറയാൻ ശ്രമിക്കുന്നത് ഈ ഒരൊറ്റ പോയിന്റ് മാത്രമാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഒരു ജീവിതം ഉണ്ടാക്കണം എന്ന് കരുതിയുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ വിദ്യാഭാസങ്ങളാണ്. കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് വിദ്യാഭ്യാസത്തിലായിരിക്കുമ്പോൾ, നമ്മൾ വിദ്യാഭ്യാസത്തിലായിരിക്കുമ്പോഴൊക്കെ അവിടെയൊക്കെ നമുക്ക് ജീവിതമുണ്ട് എന്ന് അനുഭവിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം വരുമ്പോൾ മാത്രമേ അത് ഒരു വെളിച്ചമായിട്ട് മാറുള്ളൂ, അതൊരു ഉണർവായിട്ട് മാറുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും ഒക്കെ തിരിഞ്ഞു നോക്കി 10-15 വർഷം സ്കൂളുകളിലും കോളേജുകളിലും കഴിഞ്ഞതൊക്കെ എത്ര ഹൃദ്യമായ ജീവിതമായിരുന്നു. അതിന്റെ ഒരു തുടർച്ച പോലെയാണ് ഒരു ജോലി വരേണ്ടത്, ഒരു പരിണാമം പോലെ. അല്ലാതെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എനിക്ക് ജീവിതം ഉണ്ടാവണം എന്ന് തീരുമാനിക്കാതെ വിദ്യാഭ്യാസം തന്നെ ഒരു ജീവിത അനുഭവമായി, ജീവിത അനുഭൂതിയായി മാറുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഉണ്ടാകണമെങ്കിൽ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു ഹൃദയ പാരസ്പര്യമാണ് ആദ്യം ഉണ്ടാവേണ്ടതെന്നും ആ ഹൃദയ പാരസ്പര്യം ഉണ്ടായതിന് ശേഷമാണ് അവർക്ക് മറ്റ് അറിവുകൾ കൊടുക്കേണ്ടതുള്ളൂ എന്നും. അതുകൊണ്ടാണ് ഗുരുനിത്യ ഏകാധ്യാപക വിദ്യാലയം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. ഒരു അധ്യാപകൻ 10 കുട്ടികളെ എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ച് ആ കുട്ടികളുമായിട്ട് വളരെ ആഴത്തിൽ പാരസ്പര്യപ്പെട്ട് അവരെ മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ രീതികൾ നമുക്കുണ്ടായി വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു.